ഓക്കെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവികമായ ആലോചനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. നമ്മളിന്ന് പകൽ വളരെ ശാന്തമായി ചില കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്നു. പക്ഷെ ആ ശാന്തമായി കേൾക്കുന്നത് ദൈവം നമുക്ക് തരുന്നതായ ദൈവിക ആലോചനയായിരിക്കും. ചേർന്നൊരാമീൻ പറഞ്ഞു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 11-ാം വാക്യം നമ്മുടെ സഭയുടെ കട്ടപ്പന പ്രത്യേകിച്ച് ഈ കൂട്ടത്തിന് വേണ്ടി ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് വായിക്കുകയാണ്. ഹോശേയ പ്രവാചകന്റെ ഹോശേയയുടെ പുസ്തകം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. യഹൂദേ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് നൽകിയ ഒരു വേദഭാഗമാണത്. യഹൂദേ, എൻ്റെ ജനമേ, സ്തുതിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു വാക്ക് എൽഷദായ് മിനിസ്ട്രിയുടെ മേളിൽ, എൽഷദായ് മിനിസ്ട്രിയുടെ സഭകളുടെ മേളിൽ, കട്ടപ്പന ചർച്ചിൻ്റെ മേളിൽ, പ്രത്യേകിച്ച് എന്നെ കാണുന്ന എല്ലാ ദൈവസഭകളുടെ മേളിൽ, ഒരു ഈ എൽഷദായ് ചർച്ചെന്ന് മാത്രമല്ല എല്ലാ ദൈവസഭകളുടെ മേളിലും ഇന്ത്യൻ ചർച്ചിൻ്റെ മേളിലും ഞാൻ ഈ വചനത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. യഹൂദ എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് സ്തുതി എന്നാണ്. സ്തുതി എന്നാണ്, പ്രൈസ് എന്നാണ്, ആരാധന എന്നാണ്. സ്തുതിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, നിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റും. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾ മിണ്ടുന്നില്ല. ഞാൻ ഈ പറഞ്ഞത് വചനത്തിൽ നിന്നാണ്. ദൈവം പറയാണ് യഹൂദ അല്ലെങ്കിൽ ജുഡ എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിക്കുന്നവൻ. അതുമാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. യഹൂദ മുൻപേ പോകട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. യഹൂദ ശത്രുവിന്റെ കഴുത്തിനു പിടിച്ചവൻ എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയോടും ഓൺലൈനിൽ കാണുന്ന പ്രിയമുള്ളവരോടും ഇങ്ങനെ പ്രവചിക്കുന്നു: ദൈവത്തെ സ്തുതിക്കുന്നവന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവത്തെ ആരാധിച്ചവന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവത്തെ മഹത്വപ്പെടുത്തിയവന്റെ സ്ഥിതികളെ ദൈവം മാറ്റും. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാൻ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കട്ടപ്പന ചർച്ചിന്റെ സ്ഥിതികളെ ദൈവം മാറ്റും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികളെ ദൈവം മാറ്റും. നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്ഥിതികളെ ദൈവം മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷൻ ചേഞ്ചസ് ഉണ്ടാകുന്നു. നിങ്ങളുടെ ശുശ്രൂഷയുടെ സ്ഥിതികളെ ദൈവം മാറ്റും. ചില സിറ്റുവേഷൻ ചേഞ്ചസിനെ കർത്താവ് വരുത്താൻ ആഗ്രഹിക്കുകയാണ്. സ്ഥിതിയെ മാറ്റുന്നു, സ്ഥിതിയെ മാറ്റുന്നു. വായ്കൾ തുറന്ന് പറഞ്ഞ് സ്തുതിക്കുന്നവന്റെ സ്ഥിതികൾ മാറുന്നു, ആരാധിക്കുന്നവന്റെ സ്ഥിതികൾ മാറുന്നു, കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ സ്ഥിതികൾ മാറുന്നു, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളുടെ അവസ്ഥകൾ മാറുന്നു. ഓ ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. സ്ഥിതികളെ ദൈവം മാറ്റുമ്പോൾ സന്തോഷിക്കുന്നത് യാക്കോബുമാരാണ്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്ഥിതികളെ ദൈവം മാറ്റുമ്പോൾ സന്തോഷിക്കുന്നത് യാക്കോബുമാരാണ്. ആരാണ് യാക്കോബുമാർ? യാബോക്കിന്റെ കടവുകളിൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് മല്ലുപിടിച്ചവർ. ഈ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിച്ചവരുണ്ടോ? ഓൺലൈനിൽ കാണുന്നവർ മക്കളുമാരിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുകയാണ്. ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത നിലയിൽ ആ ജോയ്നസ്, ആ ഗ്ലാഡ്നസ്,
ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത നിലയിൽ ദൈവത്തിന്റെ കരത്താൽ അത് യേശുവിൻ നാമത്താൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഇവിടെ വായിച്ചു, യഹൂദായെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നതായ ഹാർവസ്റ്റ് അഥവാ കൊയ്ത്ത് മാനുഷികമായതോ ജഡികമായതോ ആയ കൊയ്ത്തല്ല. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് തൻ്റെ പിതാവിനെ അല്ലെങ്കിൽ പിതാവായ ദൈവത്തെ സംബോധന ചെയ്ത ഒരു വാക്ക് കൊയ്ത്തിന്റെ യജമാനൻ എന്നാണ്. നിങ്ങളെല്ലാവരും ഈ ഞാനിന്ന് പറയുന്ന വാക്കുകൾ നിങ്ങളുടെ വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. വാ കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മളുടെ പ്രഖ്യാപനങ്ങളിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുന്നത്. ഇവിടെ വന്നിരുന്ന പ്രിയ ജനപ്രതിനിധിയായ സഹോദരൻ പറയുകയായിരുന്നു, പാസ്റ്റർ, ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ദൈവദാസൻ എന്നെ നോക്കി അത് പ്രഖ്യാപിച്ചത്. നിങ്ങളുടെ ഇടയിൽ 6-ാം തീയതി ആ മനുഷ്യൻ വരുമ്പോൾ പറഞ്ഞു, എനിക്ക് സീറ്റ് കിട്ടുമെന്ന് ദൈവദാസൻ പറഞ്ഞു. അത് ദൈവം ചെയ്തു. ഞാൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം ഇവിടെ വരുമ്പോൾ അതും സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അത് മനുഷ്യൻ ചെയ്യുന്നതല്ല. പ്രഖ്യാപനങ്ങൾക്കൊരു ശക്തിയുണ്ട്. ഇല്ലെങ്കിൽ യേശു അങ്ങനെ പറയത്തില്ലായിരുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ സംഭവിക്കും. അല്ലെങ്കിൽ ഏലിയാവ് അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. പ്രാരംഭമായി വായ് തുറന്ന് പറയുക, എൻ്റെ ദൈവം കൊയ്ത്തിന്റെ യജമാനനാണ്. ശബ്ദമുയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം കൊയ്ത്തിന്റെ യജമാനനാണ്. ഞാൻ ഈ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ അസാധാരണമായ ഭയങ്കരമായ അഭിഷേകത്തിന്റെ ഒരു എന്താ പറയുന്ന ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ ദൈവം കൊയ്ത്തിന്റെ യജമാനനാണ്. ഒരു ഹാർവസ്റ്റ് സീസണു വേണ്ടി ഒരു കൊയ്ത്തിന്റെ ഈ കൊയ്ത്തെന്ന് പറയുന്നത് എപ്പോഴും സീസൺ ബേസ് ചെയ്താണ്. ഹല്ലേലൂയ. ഓറഞ്ചിന്റെ സീസൺ ഉണ്ട്, അതാണ് ഓറഞ്ചിന്റെ കൊയ്ത്തിന്റെ സമയം. ഹല്ലേലൂയ. നെല്ല് കൊയ്യാൻ ഒരു ടൈമുണ്ട്, അതാണ് നെല്ല് കൊയ്യുന്ന സീസൺ എന്ന് പറയുന്നത്. ഏലക്കായ്ക്ക് സീസൺ ഉണ്ടോ? ഇല്ല. കട്ടപ്പനക്കാര് പറയണം ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്ക് ഏലക്കായ ഇല്ലാത്തതുകൊണ്ടാ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഏലക്കായ്ക്കുണ്ടോ? സീസൺ ഉണ്ട്. കുരുമുളക് അത്
ബൾക്കായിട്ട് ഇങ്ങനെ മാസ്സായിട്ട് ഉണ്ടാകാൻ ഒരു ചില ടൈം പീരീഡ് ഉണ്ടല്ലേ? ഹല്ലേലൂയ. അപ്പൊ എല്ലാത്തിനകത്തും സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയുടെ ഉൽപ്പത്തിയിൽ തന്നെ, ഈ ഭൂമിയുടെ തുടക്കത്തിൽ തന്നെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സീസൺ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ദൈവം പറയുന്നത്, ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു ടൈമിംഗ് ആണ്, ഇതൊരു ടൈം പീരീഡാണ്. ദൈവം എല്ലാ കാര്യങ്ങൾക്കും, വൃക്ഷങ്ങൾക്ക് പൂക്കാനും കായ്ക്കാനും ഒരു സമയം വെച്ചിട്ടുണ്ട്. മാങ്ങ, ഇപ്പൊ മാങ്ങയുടെ സമയമാണ്. നല്ല മാമ്പഴം എല്ലായിടവും ഇപ്പോൾ അവൈലബിൾ ആണ്. മാവ് പൂക്കാനും മാവ് കായ്ക്കാനും ദൈവം ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എല്ലാത്തിനകത്തും തുറക്കുന്ന സമയങ്ങളുണ്ട്. എല്ലാവരും പറഞ്ഞ തുറക്കുന്ന സമയം, ദൈവത്താൽ തുറക്കപ്പെടുന്ന സമയങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, അതിനൊരു കാലമുണ്ട്. വിതയ്ക്കാനൊരു കാലം, കൊയ്യാനൊരു കാലം, വിലപിക്കാനൊരു കാലം, വിലപിച്ചവർക്ക് നൃത്തം ചെയ്യാൻ ഒരു കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടിച്ചു കളയാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം. ദൈവം അതിനൊരു ടൈം പീരീഡ് വെച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ചർച്ചിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ടൈമിംഗ് ഈസ് എവ്രിതിങ്. ആ സമയമാണ് സകലത്തെയും നിർണയിക്കുന്നത്. ആ ടൈമിംഗ് ആണ് സകലത്തെയും നിർണയിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങളുടെ വാഹനം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് തെറ്റിപ്പോയാൽ അപകടമുണ്ടാകും. കൃത്യമായ ടൈമിങ്ങിൽ കയറിപ്പോയാൽ നിങ്ങൾക്ക് മുൻപിലെത്താൻ കഴിയും. ക്രിക്കറ്റ് കളിക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ, ബൗളർ ബോൾ ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ ആ ബാറ്റ് വീശുന്ന, ആ ബാറ്റ് എടുത്ത ബോളിനെ അടിക്കുന്ന ആ ടൈമിംഗ് ആണ് അത് 6 ആകുന്നതും അത് 4 ആകുന്നതും. ആ ടൈമിംഗ് തെറ്റുന്നതാണ് ഔട്ട് ആകുന്നതും. ഹല്ലേലൂയ. ആ ടൈമിംഗ് തെറ്റിയതാണ് ഔട്ടായതും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, ചിലരുടെ മേളിൽ ദൈവത്തിന്റെ സമയം തുറക്കപ്പെടുകയാണ്. ചിലരുടെ മേളിൽ, ഈ സഭയുടെ മേളിൽ കർത്താവേ പരിമിതികൾ വെച്ച് ഇതിനപ്പുറത്തേക്ക് കയറത്തില്ലെന്ന് ഇങ്ങനെ വാദിക്കുന്ന ശക്തികൾക്ക് മീതെ, ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് മീതെ ദൈവത്തിന്റെ സമയം തുറക്കപ്പെടട്ടെ. ഇന്ന് ഓൺലൈനിൽ കാണുന്ന ചില കുടുംബങ്ങളിൽ, അവരുടെ തലമുറകളിൽ, അവരുടെ ബിസിനസിന്റെ മേൽ, അവരുടെ ആരോഗ്യത്തിന്റെ മേൽ, യേശുവിന്റെ നാമത്തിൽ അവരുടെ ശുശ്രൂഷയുടെ മേൽ ദൈവത്തിന്റെ സമയത്തിന്റെ വാതിലുകൾ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. വിതയുടെയും കൊയ്ത്തിന്റെയും വാഗ്ദത്തം, ജിജി പാസ്റ്ററെ, വിതയുടെയും കൊയ്ത്തിന്റെയും വാഗ്ദത്തം ഉൽപ്പത്തി മുതൽ തുടങ്ങിയതാണ്. ഹല്ലേലൂയ. വിതയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട് എന്ന സത്യം. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് യേശു കർത്താവ് പറഞ്ഞതാണ്, കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിനായി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ കൊയ്ത്ത് എന്റെ കയ്യിലല്ല ഇരിക്കുന്നത്, ആ കൊയ്ത്ത് എന്റെ ദൈവത്തിന്റെ പക്കലാണ്. ഓ ജീസസ്,
I decree and declare the great harvest season in your life in the mighty name of Jesus. Lord, I release the blessing upon these people. Hallelujah. ഇത് സീസൺ പോലെ ദൈവം വെച്ചിരിക്കുന്നതാണ്. അതാണ് ഉൽപ്പത്തി 8:22 ദൈവം നോഹ യാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ നോഹ കഴിച്ച യാഗത്തിനകത്ത് ദൈവം പ്രസാദിച്ചു. ദൈവം ഒരു വാഗ്ദത്തം റിലീസ് ചെയ്യുകയാണ്. ബ്രദർ സിസ്റ്റർ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ദൈവം ഒരു വാഗ്ദത്തം റിലീസ് ചെയ്യുകയാണ്. എന്താണ് ദൈവം റിലീസ് ചെയ്ത വാഗ്ദത്തം? ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും രാവും പകലും നിന്നു പോകത്തില്ല. സമ്മർ ഉണ്ടാകാൻ പോവുകയാണ്, വിന്റർ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സമ്മറും വിന്ററും എല്ലാം സീസൺസ് ആണ്. ഓ, യു ആർ നോട്ട് ഹിയർ. ദൈവം പറയുന്നു അതുണ്ടാകാൻ പോവുകയാണ്. നോഹ കഴിച്ച യാഗത്തിന്റെ മുൻപിൽ ദൈവം പ്രസാദിച്ചിട്ട് ദൈവം പറയുന്നു ഭൂമിയുടെ മേളിൽ ചില സീസണുകൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആ ടെലിവിഷനിൽ അത് കാണാൻ കഴിയട്ടെ. ബൈബിൾ മസ്റ്റായിട്ട് നിങ്ങൾ വായിക്കണം. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, വിന്റർ ഉണ്ടാകാൻ പോവുകയാണ്, ഓട്ടം ഉണ്ടാകാൻ പോവുകയാണ്, സമ്മർ ഉണ്ടാകാൻ പോവുകയാണ്. ദൈവം സീസണുകളെ ഭൂമിയുടെ മേളിൽ തുറക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, അന്ന് തുറന്നതാണ്, ഇതുവരെ അടഞ്ഞിട്ടില്ല. വിന്റർ ആകേണ്ട സമയത്ത് അമേരിക്കക്കാർക്ക് വിന്റർ ആകേണ്ട സമയത്ത് അമേരിക്കയിൽ കറക്റ്റ് വിന്റർ ആകും. ഇന്ത്യയിൽ സമ്മർ ആകേണ്ടപ്പോൾ കറക്റ്റ് സമയത്ത് സമ്മർ ആകും. മഴയുടെ സീസൺ വന്നു കഴിഞ്ഞാൽ എത്ര കൊടും ചൂടാണെങ്കിലും മഴ പെയ്തിരിക്കും. ഹല്ലേലൂയ. ചൂട് കാലം തുടങ്ങിയാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടായിരിക്കും. ഇത് ഒരിക്കൽ തുറന്നതാ. ഇത് ഒരിക്കൽ തുറന്നതാ. ഇതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഇത് ഒരിക്കൽ തുറന്ന സീസണുകളെ ദൈവം തുറന്നു കഴിഞ്ഞാൽ അതിനെ ഒരു ശക്തികൾക്കും അടയ്ക്കാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാതിരിക്കുന്നത് നല്ലതല്ല. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, സീസൺ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. പറഞ്ഞേ, സീസൺ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. എല്ലാരും പറയാത്ത കാരണം കൊണ്ട് അത് എന്തുവന്ന് ഞാൻ പറയുന്നില്ല. സീസൺ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, സുവിശേഷത്തിന് സീസൺ ഇല്ല. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാട്ടെ, സുവിശേഷത്തിന് സീസൺ ഇല്ല. ചൂടത്ത് സുവിശേഷം പ്രസംഗിച്ചാലും, മഴയത്ത് സുവിശേഷം പ്രസംഗിച്ചാലും, മഞ്ഞു പെയ്യുമ്പോൾ സുവിശേഷം പ്രസംഗിച്ചാലും ആ സുവിശേഷം അതിന്റെ പ്രവൃത്തി ചെയ്തിരിക്കും. Hallelujah. Hallelujah. Glory to God Jesus. Listen. പക്ഷേ ഈ കൊയ്ത്തിന്റെ യജമാനൻ ദൈവമാണെങ്കിലും കൊയ്ത്തിന്റെ സീസൺ നമ്മുടെ മുമ്പിൽ തുറക്കുന്നത് ദൈവമാണെങ്കിലും ഇത് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മളിലാണ്. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, നിങ്ങളില്ലാതെ കൊയ്ത്തില്ല. ഹല്ലേലൂയ. നിങ്ങളില്ലാതെ കൊയ്ത്തില്ല. അത് ഞാൻ പറയുമ്പോൾ പക്ഷേ അതെങ്ങനെയാണ് ഞാനുമായി കണക്ട് ആകുന്നത്? ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 7, 8, 9 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പോൾ കൊയ്ത്ത് ദൈവമാണ് തരുന്നതെങ്കിലും, കൊയ്ത്തിന്റെ യജമാനൻ ദൈവമാണെങ്കിലും, മനുഷ്യ നീയാണ് വിതക്കാരൻ. നീ വിതച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവികമായ കൊയ്ത്ത് വെളിപ്പെട്ടു വരുന്നത്. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുന്നത്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് കൊയ്യും.
Amen. For in due season we shall reap. In that season, തക്ക സമയത്ത് ആ സീസൺ ഓപ്പൺ ആകുമ്പോൾ, ഇപ്പോൾ കരഞ്ഞവർ ഇതിനകത്ത് കാണും, ഇപ്പോൾ നിലവിളിച്ചവർ ഇതിനകത്ത് കാണും, പ്രാർത്ഥിച്ചവർ ഇതിനകത്ത് കാണും. 126 സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ ബൈബിൾ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. അതിന്റെ 6-ാം വാക്യം പറയുന്നു, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചുകൊണ്ട് നടന്നു. കരഞ്ഞോണ്ട് വിതച്ചു. പറഞ്ഞേ, കരഞ്ഞോണ്ട് വിതച്ചു, കരഞ്ഞോണ്ട് വിതച്ചു, കരഞ്ഞോണ്ട് വിതച്ചു. ഞാനിത് പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആകും, എനിക്കതറിയാം. കരഞ്ഞോണ്ട് വിതച്ചു. ചിലതൊക്കെ കരഞ്ഞോണ്ട് വിതച്ചു. അങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തലമുറകളുടെ വിഷയം, ജീവിതത്തിന്റെ വിഷയം, ശുശ്രൂഷയുടെ മേൽ ചിലതൊക്കെ കരഞ്ഞോണ്ട് വിതച്ചു. അവരോട് ആത്മാവ് വചനത്തിലൂടെ ഇടപെടുന്നു, നീ ആർപ്പോടെ കൊയ്യാൻ പോവുകയാ. വിത്ത് ചുമന്ന് കരഞ്ഞോണ്ട് വിതച്ചു. കറ്റ ചുമന്ന് ആർത്തു കൊണ്ടുവന്നു. കറ്റ ചുമന്ന് ആർത്തു വിളിച്ച്. Oh, how many people are going to rejoice in His presence this morning in the name of Jesus? Oh, Rabaya Rakotula. Oh, ഒറ്റയ്ക്ക് കരഞ്ഞവർ ഇതിനകത്തുണ്ടോ? ഒറ്റയ്ക്ക് നിലവിളിച്ചവർ ഇതിനകത്തുണ്ടോ? എൻ്റെ പ്രിയ സഹോദരി, എൻ്റെ പ്രിയ അമ്മമാരെ, ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ. എൻ്റെ പ്രിയ അമ്മമാരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ വിതച്ചപ്പോൾ അതിനകത്ത്, ആ വിത്തിനകത്ത് വീണ നനച്ച വെള്ളം നിന്റെ കണ്ണുനീരാണോ? നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വീണപ്പോൾ ആ വീണ പ്രാർത്ഥനയാകുന്ന വിത്തിന്റെ മേളിൽ വീണ വെള്ളം നിന്റെ കണ്ണുനീരാണോ? നീ എഴുതി വെച്ചോ, നിന്റെ വീട്ടിൽ ഒരു ആർപ്പിന്റെ, ജയത്തിന്റെ ഘോഷമുണ്ടായിരിക്കും. നിന്റെ ലൈഫിന്റെ മേളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിരിക്കും. ഓ, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകലിൽ ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. രണ്ട് കരങ്ങൾ നിറയെ നിങ്ങൾ കൊയ്തെടുത്ത കറ്റകളെ ആത്മാവിൽ കണ്ടോണ്ടെന്ന് സ്തോത്രം ചെയ്തേ. ഈ ഒറ്റയ്ക്ക് ഞാൻ സഭയോട് പറയുന്ന, ഭാരതത്തിലെ ഇന്ത്യൻ ചർച്ചിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ദൂതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ കൂട്ടത്തിന്റെ നടുക്കാണ് ഈ നിൽക്കുന്നതെങ്കിലും ഇന്ന് റിലീസാകുന്നത് ഒരു ചെറിയ കൂട്ടത്തിനുള്ളതല്ല. ഇന്ത്യൻ സഭകളോട്, ഭാരതത്തിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റിനോട്, കർത്താവിന്റെ ശരീരത്തോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടായി ഇവിടായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിതച്ചവരെല്ലാം ഒറ്റക്കെട്ടായി കൊയ്യുന്ന ഒരു ടൈം വരികയാണ്. I'm going to say repeatedly, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിതച്ചവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി കൊയ്യുന്നതായ ഒരു സമയത്തിലേക്ക് കയറുകയാണ്. ഇവിടെ Pastor, I am prophesying over our Kattapana church. ഒരു കൊയ്ത്തിന്റെ സീസൺ ഈ ഇടുക്കി ജില്ലയുടെ മേളിൽ കർത്താവ് തുറക്കട്ടെ എന്ന് ഞാൻ. യഹൂദായെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഓ, നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടവരോട്, ജീവിതത്തിൽ കരഞ്ഞവരോട്, ജീവിതത്തിൽ നിരാശപ്പെട്ടവരോട്, ജീവിതത്തിൽ തഴയപ്പെട്ടവരോട്, ജീവിതത്തിൽ പരിഹസിക്കപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്കും ഒരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. Glory to God. പക്ഷേ ഒരു വാണിംഗ് ഉണ്ട്. പറഞ്ഞ ഒരു വാണിംഗ് ഉണ്ട്. ഇപ്പൊ കേട്ട ദൂത് ഭയങ്കര സന്തോഷമുള്ള ദൂതാണ്. പക്ഷെ ഇതിനകത്തൊരു ഉപദേശമുണ്ട്, ഒരു വാണിംഗ് ഉണ്ട്. Are you listening me? ആ വാണിംഗ് ആണ് സദൃശ്യവാക്യം 10 എഴുതിയിരിക്കുന്നത്.
സദൃശ്യവാക്യം 10:5-6 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാൻ, കൊയ്ത്ത് കാലത്തുറങ്ങുന്നവനോ. ഞാനതാ പറയാഞ്ഞ്. അമ്മമാര് നോക്കിയേ, നിങ്ങൾ ബൈബിൾ തുറക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്യരുത്. ഞാൻ അതിനെ എൻകറേജ് ചെയ്യത്തില്ല. ഈ ടി വിയിൽ ബൈബിൾ എഴുതി കാണിക്കുന്നതിനെ ഞാൻ എൻകറേജ് ചെയ്യാത്ത ആളാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്നത് പോലെ അതെങ്കിലും ഉണ്ടല്ലോ. നിങ്ങളൊന്ന് നോക്കിയ വാക്യം, വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിമാനാണ്, കൊയ്ത്ത് കാലത്തുറങ്ങുന്നവനോ. ഉറക്കെ പറയണം, നാണം കെട്ടവൻ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുന്ന സമയങ്ങളെ, ദൈവം നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റികളെ എപ്പോഴും തുറക്കുന്നതല്ല ഇത്. ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓപ്പർച്യൂണിറ്റികളെ നമ്മൾ തിരിച്ചറിയണം. ദൈവം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തുറന്ന ഒരു സമയമുണ്ട്. ആ തുറന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. പിന്നെ ഇരുന്ന് ദുഃഖിക്കരുത്, എൻ്റെ സമയങ്ങൾ ഒത്തിരി കഴിഞ്ഞു, എനിക്ക് പ്രായം എത്രയായി, ഒത്തിരി സമയം വെറുതെ പോയി എന്ന് പറയാതിരിക്കേണ്ടതിന്. അങ്ങനെയുള്ളവരും വിഷമിക്കണ്ട, അങ്ങനെയുള്ളവരും ടെൻഷൻ ആകണ്ട. എൻ്റെ ദൈവത്തിന് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തുള്ളനും പച്ചപ്പുഴുവും വെട്ടിലും തിന്ന് നശിപ്പിച്ചു കളഞ്ഞ സന്മത്സരങ്ങളെ സന്മത്സരങ്ങളായി ദൈവം തിരിച്ചു തരും. നഷ്ടപ്പെട്ട വർഷങ്ങളെ വർഷങ്ങളായി തന്നെ ദൈവം തിരിച്ചു തരും. റിപ്പീറ്റ്ലി ഐ ആം സേയിങ് ടു യു, നഷ്ടപ്പെട്ട വർഷങ്ങളെ വർഷങ്ങളായി തന്നെ ദൈവം തിരിച്ചു തരും. എന്നാൽ കൊയ്ത്ത് കാലത്ത് ഉറങ്ങരുത്. ഇത് ഇന്ത്യൻ സഭയുടെ സമയമാണ്. ഇത് ഇടുക്കിയുടെ സമയമാണ്. ഞാനിത് വെറുതെ പറഞ്ഞല്ല. ഞാൻ 6-ാം തീയതി നടന്ന മീറ്റിങ്ങിൽ, ആ ഓഡിറ്റോറിയത്തിൽ നടന്ന മീറ്റിങ്ങിൽ, നിങ്ങൾക്കറിയാം, മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന മീറ്റിങ്ങിൽ, അന്ന് ആ രാത്രിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശുശ്രൂഷ, ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന ശുശ്രൂഷ, ഞാൻ എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ശുശ്രൂഷ വചന ശുശ്രൂഷയാണ്. എന്നാൽ അന്ന് ആ രാത്രിയിൽ ആ പ്രസംഗം തുടങ്ങിയെങ്കിലും ആ മെസ്സേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലകളിൽ ഭയങ്കരമായ ദൈവപ്രവർത്തികളും അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. ആളുകളോട് കർത്താവ് ഇടപെടുന്നു. അവിടെ ഇവിടെയായി ഭൂതങ്ങൾ ഇളകുന്നു. ഭയങ്കര ഡെലിവറൻസുകൾ അന്ന് രാത്രിയിലുണ്ടായി. അന്ന് ആ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വീണ്ടും നിങ്ങളെയും എന്നെയും ഓർമ്മിപ്പിച്ചുണർത്തിയ ഒരു പ്രവചന ശബ്ദമുണ്ട്. ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ റിവൈവൽ ഉണ്ട്. ആ ഉണർവ് യഥാർത്ഥമായി പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നത് മലയോര പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. എത്ര പേരത് കേൾക്കാനിടയായി? ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് നിങ്ങളോട്, പ്രത്യേകിച്ച് കട്ടപ്പന ചർച്ചിനോട്, നിങ്ങൾ വലിയ ഒരു കൂട്ടമാണോ ചെറിയ കൂട്ടമാണോ എന്നുള്ളത് ദൈവത്തിന് വിഷയമേ അല്ല. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞവനാണ് യേശു. ആ കർത്താവ് നിങ്ങളോട് പറയുന്നു, കൊയ്ത്തിന്റെ ടൈമാണ്. ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ഇത് ലേസിയായിരിക്കാനുള്ള സമയമല്ല, ഇത് തമ്മിലടിക്കാനുള്ള സമയമല്ല, ഇത് പരിഹസിക്കാനുള്ള സമയമല്ല, ഇത് കലക്കമുണ്ടാക്കാനുള്ള സമയമല്ല, ഇത് അനൈക്യതയുടെ സമയമല്ല, ഇത് പാപം ചെയ്യാനുള്ള സമയമല്ല, ഇത് ജഡത്തിൽ സുഖിക്കാനുള്ള സമയമല്ല, ഇത് ഉണർന്ന് പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. ഈ പട്ടണങ്ങളെ കൊയ്ത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്ന ടൈമുകളുണ്ട്. ഞാൻ അങ്ങനെ ഒരു സംഭവം വായിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരിക. ആ 4-ാം അധ്യായത്തിന്റെ 35 മുതൽ ഉള്ള വാക്യങ്ങളാണെന്നാണ്
എൻ്റെ വിശ്വാസം 35 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നു, ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ തല പൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു വാക്ക് മോനെ, ഒരു പദം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. ആർ യു ലിസണിംഗ് ദാറ്റ് വേർഡ്? ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. കണ്ണ് തുറന്ന് ഉണർന്ന് നോക്കാൻ. ഇനി നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ കടുപ്പത്തിലാക്കരുത് എൻ്റെ മെസ്സേജ്. മൊബൈലിൽ കളിക്കുന്നവരോടും ഈ മെസ്സേജ് ശ്രദ്ധിക്കാത്തവർ എൻ്റെ ഫ്ലോ കളയരുത്. ഉള്ള കാര്യം ഹല്ലേലൂയ വളരെ ഗൗരവമായി ശ്രദ്ധിച്ച് കേൾക്കണം. ആ കർത്താവ് ഇടപെടുന്ന ഈ അന്തരീക്ഷം നഷ്ടപ്പെടുത്തരുത്. ശ്രേഷ്ഠമായ മുത്തിനെ നിങ്ങളുടെ ഇടയിൽ ദൈവം ഇടുകയാണ്. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. ലിഫ്റ്റ് അപ്പ് യുവർ ഐസ്. ഞാനൊരു വാക്കൂടെ കയറ്റി വെച്ച് പറയുന്നു. ഉറക്കം തൂങ്ങികൾക്ക് കാണാൻ പറ്റാത്തതും ഉണർന്ന് തലപൊക്കി നോക്കുന്നവന് കാണാൻ കഴിയുന്നതുമാണ് കൊയ്ത്ത്. അടുത്തിരിക്കുന്ന ആളുകൾ തോളത്തെ തട്ടിയിട്ട് പറഞ്ഞാട്ടെ, എഴുന്നേറ്റ് തല പൊക്കി നോക്കിയാൽ, ചുറ്റും നോക്കിയാൽ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് ദേശം വെളുത്തിരിക്കുന്ന കാണാം. ഞാന് കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയ സ്നേഹിതനും കർത്താവിൽ അനുഗ്രഹീത ശുശ്രൂഷകനുമായിരിക്കുന്ന ഡൽഹിയിലുള്ള രാജ്മോഹൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം എൻ്റെ ഭവനത്തിൽ വന്നു. അദ്ദേഹവും ഷൈജു എന്ന് പറയുന്ന ഒരു ദൈവദാസനും കൂടെ എൻ്റെ ഭവനത്തിൽ വന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് അദ്ദേഹം കട്ടപ്പനയിലായിരുന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞത്, പാസ്റ്റർ നിങ്ങൾ കട്ടപ്പനയിലൊരു ചർച്ച് തുടങ്ങിയെന്ന് ഞാൻ കേട്ടായിരുന്നു, എവിടെയാ ചർച്ച? ഞാൻ പറഞ്ഞു, കുറച്ച് നാളെ ആയുള്ളൂ ചർച്ച ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആരംഭിച്ചിട്ട്. അപ്പോൾ രാജ്മോഹൻ പാസ്റ്ററിനോട് പറയുകയാണ്, പാസ്റ്റർ ഞാൻ പുള്ളി ഭയങ്കര ആത്മഭാരമുള്ള നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമനുഷ്യനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്റർ ഈ നിങ്ങളുടെ കട്ടപ്പന ചർച്ചിൽ ഒരു ഹിന്ദി സർവീസ് തുടങ്ങണം. ഞാൻ അത്ഭുതപ്പെട്ടു. കട്ടപ്പനയിൽ ഹിന്ദി സർവീസ് കൊച്ചിക്കാർ പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. തിരുവനന്തപുരംകാർ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ രാജ്മോഹൻ പാസ്റ്റർ 2 ദിവസം ആത്മഭാരമുള്ള ഒരു മനുഷ്യൻ കട്ടപ്പനയിൽ ഒന്ന് കറങ്ങിയേച്ച് കൊട്ടാരക്കരയ്ക്ക് വന്ന് എന്നോട് പറയുകയാണ്, പാസ്റ്ററിന് ചർച്ചുണ്ടല്ലോ അവിടെ, കട്ടപ്പനയിൽ ഒരു ഹിന്ദി സർവീസ് തുടങ്ങണം. ഞാൻ വെച്ച് പാസ്റ്റർ അതിന് എന്നാ പറഞ്ഞതിൻ്റെ കാരണം എന്നാ? എൻ്റെ പാസ്റ്റർ നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത ഹിന്ദിക്കാർ അവിടെ ഉണ്ടെന്ന്. അപ്പോ ഞാൻ പറഞ്ഞു, പാസ്റ്ററിന് ഇതെങ്ങനെ മനസ്സിലായി? പാസ്റ്റർ രാജ്മോഹൻ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ പരസ്യയോഗം നടത്തി. പുള്ളി ഡൽഹിയിൽ നിന്ന് വന്ന് കട്ടപ്പനെ വന്ന് നിന്ന് ഹിന്ദി പ്രസംഗിച്ചു. ഒത്തിരി ഹിന്ദിക്കാർ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്. അപ്പൊ ഈ കൊയ്ത്തിന് വേണ്ടി തല പൊക്കി പിടിച്ച് നിൽക്കുന്നവന് എല്ലാവരും കൊയ്ത്ത് കാണാൻ പറ്റും. ഉറക്കം തൂങ്ങികൾക്ക് തിരുവല്ലയിലും കാണാൻ പറ്റുകയില്ല. മനസ്സിലാവുന്നുണ്ടോ ഈ പറയാം? കുമ്പനാടും കാണാം. ഉറക്കം തൂങ്ങികൾക്ക് ചത്ത് ചതഞ്ഞിരിക്കുന്നവന് എങ്ങും കൊയ്ത്ത് കാണാൻ പറ്റുകയില്ല. ഡൽഹിയിൽ നിന്ന് വന്ന ആത്മഭാരമുള്ളവന് കട്ടപ്പനയിലും ഹിന്ദിക്കാരെ കിട്ടുകയാണ്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നോ? അതാ കർത്താവ് പറഞ്ഞ് തലപൊക്കി നോക്കാൻ, തലപൊക്കി നോക്കാൻ, ഒന്ന് ഉണരാൻ, ഒന്ന് എഴുന്നേൽക്കാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ഇടിവിൽ നിൽക്കാൻ. ഓ ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ഭാരതത്തിലെ സഭകൾ ഒന്നിച്ച് ഒറ്റ മനസ്സോടെ എഴുന്നേറ്റ് തല ഉയർത്തിപ്പിടിച്ച് ഒരു കൊയ്ത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ
36 വാക്യത്തിൽ യേശു പറയുകയാണ്, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുവാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. പറഞ്ഞാട്ടെ, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും. ഈ കൊയ്ത്തിന്റെ ഹാർവസ്റ്റിന്റെ ഒരു പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ല് ഇതിനാൽ ഒത്തിരിക്കുന്നു. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ കയറുകയാണ്. നിങ്ങളിത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് എനിക്ക് വേണം. ഇത് ഞാൻ ഈ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ പറയുകയാണ്, ഇത് ഞാൻ ഇനി എടുക്കുക. ഹല്ലേലൂയ. നിങ്ങളിത് എടുത്തില്ലെങ്കിൽ ഇത് ഞാൻ എടുക്കുക. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാനത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. This word is very important. ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് തമാശയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മനസ്സിലാകാതെ ഇപ്പോഴും സങ്കീർത്തനത്തിൽ ഇരിക്കുന്നവരുടെ ഇതുവരെ അവർ യോഹന്നാൻ സുവിശേഷത്തിൽ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 4:38 എഴുതിയിരിക്കുകയാണ്. ഇതൊരു മഹത്വരമായ ഒരു ദൈവിക വാഗ്ദത്തമാണ് വചനം നൽകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇത്. പക്ഷെ ഇതൊരു സത്യമാണ്. നിങ്ങൾക്കറിയാമോ, നോർത്ത് ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇന്ന് റിവൈവൽ നടക്കുന്നതിൻ്റെ കാരണം എന്നാണ്? അത് ഇപ്പോൾ റീസെൻ്റ്ലി പ്രവർത്തിച്ച ഏതെങ്കിലും ഒരാളുടെ പ്രവർത്തന മികവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിടികിട്ടിയോ? ഇടുക്കിയിൽ ഒരു റിവൈവൽ ഉണ്ടാകുന്നെങ്കിൽ അത് ടിനു പാസ്റ്റർ പ്രസംഗിച്ചത് കൊണ്ടല്ല. ഇന്നലെ വണ്ടിപ്പെരിയാറിൽ ഇത്രയും ജനം വന്നു, അവിടെ ഇത്രയും ദൈവപ്രവൃത്തി ഉണ്ടായി. ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല ഞാൻ അവിടെ വന്നതുകൊണ്ടോ നമ്മൾ ഏതാണ്ട് കാര്യമായി പ്രാർത്ഥിച്ചത് കൊണ്ടോ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തിരി പ്രാർത്ഥിച്ച പാസ്റ്റർമാരുണ്ട്. ഒത്തിരി സഭകളുണ്ട്. Are you listening me? Yes. ഈ പാറ പൊട്ടിക്കുന്ന കണ്ടിട്ടുണ്ടോ? കൂടമെന്നല്ലേ പറയുന്നത്? വലിയ ചുറ്റികളിന് കട്ടപ്പനയിൽ അങ്ങനെയാണോ പറയുന്നത്? കൂടത്തിനടിക്കുക എന്നല്ലേ പറയുന്നത്? ഈ കൂടം കൊണ്ടുവന്ന് ആദ്യം പാറയ്ക്കകത്ത് അടിക്കുമ്പോൾ ആദ്യം ഒരാൾ, ആ ബ്രദർ വന്ന് അടിച്ചു, ഒന്നും നടന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു, ഓ ആരോഗ്യമുള്ളവനെ വിളിച്ചൊന്നടി. അവൻ വന്നു, അവനും അടിച്ചു, ഒന്നും നടന്നില്ല. അവസാനം ആ ചെറുപ്പക്കാരനെ ഇനി വിളിച്ചേ, ചെറുപ്പക്കാരാകുമ്പോൾ കുറച്ചുകൂടെ നല്ല. ചെറുപ്പക്കാരൻ വന്ന് കൂടത്തിന് അടിച്ചു, ഒന്നും നടന്നില്ല. ഒരു 10-12 പേര് കൂടത്തിന് പാറയ്ക്ക് തല്ലി, ഒന്നും സംഭവിച്ചില്ല. ഏറ്റവും അവസാനം എല്ലാവരും കളഞ്ഞിട്ട് പോയപ്പോൾ അവിടെ നിന്ന് മെലിഞ്ഞ ഒരു പയ്യൻ, ഒരു സാധാ ഒരു കൊച്ചു കറക്കൻ, അവന് പൊക്കാൻ പോലും വയ്യ കൂടം. അവൻ്റെ ആരോഗ്യം എല്ലാം എടുത്ത് പൊക്കി ഒരൊറ്റ അടി അടിച്ചപ്പോൾ പാറ പൊട്ടി. അപ്പോ ആളുകളെല്ലാം കൂടെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. അയ്യോ പാറ പൊട്ടി. വലിയ ആരോഗ്യമുള്ളവരും ശക്തന്മാരും അടിച്ചിട്ട് പൊട്ടാത്ത പാറ ഈ കൊച്ചു കറക്കൻ അടിച്ചപ്പോൾ പൊട്ടി. ഇവൻ മിടുക്കൻ, നമുക്ക് ഇവന്റെ പേര് ഫ്ലെക്സ് അടിക്കാം, പോസ്റ്റർ ഉണ്ടാക്കാം, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പുള്ളി. ആണോ? അല്ല. എന്നാന്ന് പറയട്ടെ, ആദ്യം ഒരാള് കൂടം കൊണ്ട് പാറയ്ക്ക് അടിച്ചില്ലേ, ആരും കണ്ടില്ലെന്നേ ഉള്ളൂ, അതിനകത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. രണ്ടാമത്തെ ആള് വന്ന് പാറയിൽ അടിച്ചില്ലേ, ആരും പുറത്ത് കണ്ടില്ല, പക്ഷെ അകത്ത് പൊട്ടലുണ്ടായി. മൂന്നാമത്തെ ആള് വന്ന് അടിച്ചില്ലേ, അകത്ത് വീണ്ടും ആ പൊട്ടലിന്റെ മേളിൽ വേറെ പൊട്ടലുണ്ടായി. ഏറ്റവും അവസാനം പലരും എങ്ങനെ അകം സെറ്റ് ചെയ്ത് വച്ചിരുന്നതാ,
ഒരുത്തം വന്ന് കയറി തൊട്ടപ്പോ ഇതിഞ്ഞ് പൂട്ടി പോന്നതാ. Amen. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഈ കേരളത്തിനകത്ത് ഒരു റിവൈവൽ ഉണ്ടാകുന്നെങ്കിൽ, ഒരു മൂവ് ഉണ്ടാകുന്നെങ്കിൽ, അത് ആരുടെയും മിടുക്കല്ല, ഒരുപാട് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. Amen. ഞങ്ങളുടെ കൊട്ടാരക്കരയിൽ ആ വലിയ മൂവ്മെന്റ് നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന ആ ചർച്ചിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കുക്കു സാഹിബ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ 100 കണക്കിന് ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ ഒത്തിരി ദൈവദാസ് സാധു കൊച്ചുകുഞ്ഞു ഉപദേശി, പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി, കുക്കു സാഹിബ് തുടങ്ങി ഒട്ടനവധി ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള, പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലമാണ് ആ പ്രദേശം. ഇപ്പോഴും ഇതിലെ പല ഭക്തന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അവിടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, അവരൊക്കെ വിതച്ച വിതകൾ, അവരൊക്കെ കരഞ്ഞ കരച്ചിലുകൾ, അവരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, അടുത്തൊരു ജനറേഷൻ വന്നപ്പോൾ ദൈവം അത് ചെയ്തതാണ്. നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ളതല്ല അത്, പക്ഷെ നിങ്ങളെ ഞാൻ കൊയ്യാൻ അയച്ചിരിക്കുകയാണ്. നിങ്ങൾ അധ്വാനിച്ചതല്ലത്, പക്ഷെ ഞാൻ നിങ്ങളെ അങ്ങനെ ഒരു കാര്യം കർത്താവ് ചെയ്യാണ്. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. വേദപുസ്തകം വായിക്കുമ്പോൾ അതിന്റെ 39, 40, 41, 42 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞു എന്ന് സ്ത്രീ പറഞ്ഞ സാക്ഷ്യം വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. അങ്ങനെ ശമര്യർ തൻ്റെ അടുക്കൽ വന്ന് തങ്ങളുടെ കൂടെ പാർക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവർ 2 നാൾ അവിടെ പാർത്തു. ഏറ്റവും അധികം പേർ അവന്റെ വചനം കേട്ട് വിശ്വസിച്ചു. വചനം പറയുക എന്ന് പറയുന്നത് വിതയാണ്. അത് കേട്ട് വിശ്വസിച്ച് ഒരു കൂട്ടർ ആ വചനത്തെ ഏറ്റെടുത്ത് പിൻഗമിക്കുക എന്ന് പറയുന്നത് കൊയ്ത്താണ്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ ദിവസം തന്നെ വിതയും കൊയ്ത്തും ഒരുപോലെ ഉണ്ടായി. ഹല്ലേലൂയ. ഇനി ഞാൻ ആ ഒരു ഭാഗത്തിലേക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ ആ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം എടുക്കുമ്പോൾ ഈ ശമരിയാക്കാരി സ്ത്രീ ഉച്ചയ്ക്ക് 12 മണി സമയത്ത്, നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന വെയിലത്ത് ഈ കിണറ്റുകരയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഈ സഹോദരി കിണറ്റുകരയിൽ യേശു കർത്താവ് ആ കിണറ്റുകരയിൽ വന്നിരിക്കുകയാണ്. എന്തിനാണ് കർത്താവ് ആ കിണറിന്റെ കരയിൽ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് ഒരു അക്ഷരം പിടികിട്ടിയില്ല. കാരണം ഈ യഹൂദന്മാരും ശമര്യരും തമ്മിൽ സമ്പർക്കമില്ലാത്ത ഒരു സമയത്ത് ഇവർ തമ്മിൽ ഭയങ്കര യുദ്ധമാണ്, ഭയങ്കര വഴക്കാണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, ഞാൻ ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ശമര്യൻ യഹൂദന്മാരുടെ ഇടയിലേക്ക് പോകാറില്ല, ഒരു യഹൂദൻ ശമര്യരുടെ ഇടയിലേക്ക് വരാറില്ല. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞാൽ വന്നു പോകാം, പക്ഷെ വരാറില്ല. ഇനി ഏറ്റവും വലിയൊരു കണ്ടീഷൻ ഉണ്ട് ഇവർ തമ്മിലുള്ള ഇടയിൽ. സ്ത്രീകളോട് സംസാരിക്കാൻ പാടില്ല. കാരണം ഇവർ തമ്മിൽ വഴക്കുണ്ടായി. ഞാൻ ആ ചരിത്രം ഇനി പോകുന്നില്ല. ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ഞാൻ ഒരിക്കൽ കൊട്ടാരക്കര ചർച്ചിൽ സവിസ്തരമായി പ്രസംഗിച്ചു. ഈ ലൈവിലുള്ളവർ 2-3 തവണ കേട്ട് ആവർത്തന വിരസതയായി കിടക്കുന്ന സാധനമാണ്. ഇനി ഞാൻ അതിലേക്ക് ഒന്നുകൂടെ പോകുന്നില്ല. എന്താണ് ഇവർ തമ്മിൽ പിണങ്ങിയത് എന്നുള്ളതിന് ഒരു വലിയ ചരിത്രമുണ്ട്. ഹല്ലേലൂയ. ശമരിയ ഈ പട്ടണത്തിൽ പാർത്ത സ്ത്രീകൾ അന്നത്തെ ആ യുദ്ധം നടന്ന സമയത്ത് അവിടുത്തെ പുരുഷന്മാരെ വഞ്ചിച്ചതും ചതിച്ചതും അങ്ങനെ ഒത്തിരി ചരിത്രങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. യഹൂദന്മാർ ശമരിയെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, വന്ന് വഴക്കൊന്നുമില്ലാതെ വേണമെങ്കിൽ പോയേക്കാം. പക്ഷെ സ്ത്രീകളോട് മിണ്ടാനോ ഭക്ഷണം കഴിക്കാനോ സമ്പർക്കം പുലർത്താനോ നിൽക്കത്തില്ല. മാക്സിമം ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല. ഹല്ലേലൂയ. എത്ര പേര് ആമീൻ പറയും? ഞാൻ ചോദിക്കാം.
കുഴപ്പമൊന്നുമില്ല, അവർക്ക് ഇങ്ങോട്ടും വരാം. പക്ഷേ മാക്സിമം ഫുഡ് മേടിക്കാൻ പോയി. ഈ സമയത്ത് ഒരു സഹോദരി വെള്ളം കോരാൻ വന്നു. ഞാൻ പറയുമ്പോൾ ആ വാക്യങ്ങൾ മീഡിയയിലുള്ളവർ ഇട്ടിട്ട് പോവേ. വെള്ളം കോരാൻ വന്നു. വെള്ളം കോരാൻ വന്ന ഈ സഹോദരിയോട് യേശു കർത്താവ് ചോദിച്ചു, സിസ്റ്ററെ, എനിക്ക് കുടിക്കാനൊരു ഇച്ചിരി വെള്ളം തരാവോ എന്ന് ചോദിച്ചു. ഉടനെ ആ സഹോദരി യേശുവിനോട് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിത്തിയായി എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? അപ്പം ഇത് രണ്ടും ജാതികളാണ്, മതമാണ്. യഹൂദ മതവും ശമരിയ മതവും. ഈ സഹോദരി പറഞ്ഞ വാക്കിന് ഇത്രയേ ഉള്ളൂ അതിൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങളുടെ മതക്കാര് ഞങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുമില്ല, ഞങ്ങളുടെ മതക്കാര് നിങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല. ഈ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരുമോ എന്ന് ചോദിച്ച ഒരു സ്ഥലത്ത് ഈ സിസ്റ്റർ, ഈ സഹോദരി പറഞ്ഞത് മതമാണ്. എൻ്റെ ചോദ്യം, ഇത്രയും അടിയുണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് വേറെ എന്തെങ്കിലും ഉണ്ടോ? പറ. വഴക്കുണ്ടാക്കാൻ ഇതിനേക്കാൾ മതമെന്ന് പറയുന്ന സംഭവമല്ലേ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ? വർഗീയതകളല്ലേ എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ? പറഞ്ഞേ, ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് കർത്താവിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തത്. നിങ്ങളുടെ മതക്കാര് ഞങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല, ഞങ്ങളുടെ മതക്കാര് നിങ്ങളുടെ മതക്കാരോട് വെള്ളം ചോദിച്ചിട്ടുമില്ല. പിന്നെ നീ എന്നാ ചോദിക്കും? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇവക്ക് എങ്ങനെ മനസ്സിലായി യേശു യഹൂദനാണ്? യേശു പറഞ്ഞായിരുന്നു ഞാൻ യഹൂദനാണ്. ഡ്രസ് കോഡ് മനസ്സിലാവുന്നുണ്ടോ? ഡ്രസ് കോഡിലൂടെ അവർ മനസ്സിലാക്കും. യഹൂദന്മാരുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്, ശമര്യരുടെ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. ഡ്രസ് കോഡിൽ ഇത് നമ്മൾ ഈ ഗൾഫിലൊക്കെ ഉള്ളവർക്കറിയാം, കൃത്യമായിട്ട് അറിയാം. സൗദിയിലെ അറബ്സിനെയും ഒമാനിലെ അറബ്സിനെയും കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടുപേരുടെയും ഡ്രസ്, എല്ലാവരും അറബ്സാണ്, പക്ഷെ ഡ്രസ് കോഡ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഞാൻ മറ്റേ വിഷയത്തിലേക്ക് വരാം. ഞാൻ വേറെ കാര്യം പറയാം. ഡ്രസ് കോഡ് വ്യത്യാസമാണ്. UAE അറബ്സിനെയും സൗദി അറേബ്യയിലെ അറബ്സിനെയും കണ്ടാൽ, ബഹ്റിനിലെ കണ്ടാൽ ഉറപ്പായിട്ട് മനസ്സിലാവും. പിടികിട്ടുന്നുണ്ടോ? ഡ്രസ് കോഡിൽ. അപ്പൊ യേശു ഒരു യഹൂദനാണെന്ന് ആ തലീത്തിലൂടെ, ഡ്രസ് കോഡിലൂടെ, അപ്പിയറൻസിലൂടെ അവൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറഞ്ഞ നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാര് ഓർത്തഡോക്സ് പള്ളിയിൽ അച്ഛനെയും മർത്തോം പള്ളിയിൽ അച്ഛനെയും കണ്ടാൽ തിരിച്ചറിയോ? ഇപ്പം അത് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. അപ്പോൾ നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? മതം അവള് പറഞ്ഞേ, വഴക്കുണ്ടാക്കാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് അവള് പറഞ്ഞേ. പക്ഷെ യേശു കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു വലിയ ആർഗ്യുമെന്റേഷനിലേക്ക് പോകേണ്ട ഒരു ടോപ്പിക്ക് അഗ്രസീവായി മുൻപിലേക്ക് ഇട്ടുകൊടുത്തിട്ടും യേശു പറഞ്ഞു, നോ വറീസ്, നോ പ്രോബ്ലം, നീ വെള്ളം എനിക്ക് കുടിക്കാൻ തരണ്ട. പ്രശ്നം കഴിഞ്ഞല്ലോ, നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട, പക്ഷേ ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിക്കാൻ തരാം. ആമേൻ. അപ്പനപ്പന്മാർ മുതൽ നീ കോരുന്ന യാക്കോബിന്റെ കിണറിന് ഇതിനകത്തെ ഉറവകൾക്ക് തരാൻ കഴിയാത്ത നിത്യജീവന്റെ ഉറവ, നിത്യജീവന്റെ ഉറവ ഞാൻ നിനക്ക് തരാം. അത് കേട്ടപ്പോ അവൾക്ക് വലിയ സന്തോഷമായി. അവൾ പറഞ്ഞു, ഇവിടം വരെ ഞാൻ വെള്ളം കോരാൻ വരാതിരിക്കാൻ, ഇവിടം വരെ വന്ന് ഞാൻ കഷ്ടപ്പെടാതിരിക്കാൻ അങ്ങനെ ഒരു ഉറവയുണ്ടെങ്കിൽ അത് നീ തുറന്നു തരാവോ എന്ന് ചോദിച്ചു. അടുത്തടുത്ത വാക്യത്തിലേക്ക് പോകുമ്പോൾ യേശു കർത്താവ് അവളോട് പറയുന്നുണ്ട്, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. ഹല്ലേലൂയ. അപ്പോൾ
അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവ് ഇല്ല ഇല്ല. യേശു പറഞ്ഞു, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. 19ാമത്തെ വാക്യത്തിൽ ഉടനെ ക്വിക്കായിട്ട് ആ സഹോദരി യേശുവിനോട് പറയുന്നുണ്ട്, യു ആർ ദ പ്രൊഫറ്റ്. നീ ഒരു പ്രവാചകനാണ്. എൻ്റെ ജീവിതത്തിലെ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്ത എൻ്റെ ജീവിതത്തിലെ ചില രഹസ്യമായി കിടന്ന ഡീറ്റെയിൽസ് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു പ്രൊഫറ്റാണ്. ഈ റെസ്പെക്റ്റിന്റെ തലങ്ങൾ മാറി. യു അണ്ടർസ്റ്റാൻഡ് മീ? ആദ്യം അവൾ യേശുവിനെ വിളിച്ചത് യഹൂദനെ എന്നാണ്, നീ ഒരു യഹൂദനായിരിക്കെ. രണ്ടാമത് അവൾ യേശുവിനെ വിളിച്ചത് യജമാനനെ എന്നാണ്. യജമാനനെ, യു ലുക്ക് അറ്റ് ദാറ്റ് വേർഡ്, യജമാനനെ. സാർ, സാർ, ഇംഗ്ലീഷിൽ സാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാർ. ഹല്ലേലൂയ. I perceive that you are the prophet. സാർ, യജമാനനെ എന്നാണ്. മൂന്നാമത് അവൾ വിളിച്ചത് പ്രവാചകനെ എന്നാണ്. നിങ്ങൾ എൻ്റെ കൂടെ 1 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം കണ്ടപ്പോൾ വിളിച്ചത്, നീ ഒരു മതത്തിൻ്റെ ആളാണ്. നമ്മൾ പറയത്തില്ലേ, ഒരു ക്രിസ്ത്യാനികളാണ്, നീ ഇവനൊരു മതത്തിൻ്റെ ആളാണ്. രണ്ടാമത് കുറച്ചും കൂടെ യേശുവിനോട് വർത്താനം പറഞ്ഞപ്പോൾ യജമാനനെ സാർ എന്ന് വിളിച്ചു. സാർ, കുറച്ചുകൂടെ എന്തോ ഒരു ബഹുമാനം തോന്നി. കുറച്ചും കൂടെ അടുത്ത് കർത്താവിന്ന് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി, ഈ നിൽക്കുന്ന ആള് സാധാരണ ആളല്ല, ഇവൻ പ്രൊഫറ്റാണ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇത് ഫൈനലി അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? അവള് പട്ടണം മുഴുവൻ നടന്നു പറഞ്ഞു, മശിഹായെ ഞാൻ കണ്ടു. തുടങ്ങിയപ്പോ ഇത് മതമായിരുന്നു. പിന്നെ അടുത്തടുത്ത് വന്നപ്പോൾ കുറച്ചുകൂടെ ബഹുമാനം തോന്നി. പിന്നെ കുറേയും കൂടെ അടുത്തടുത്ത് വന്നപ്പോൾ ദൈവം ഇടപെടുന്നത് പോലെ തോന്നി. പിന്നെ കുറേയും കൂടെ അടുത്ത് വന്നപ്പോൾ അവനാണ് രക്ഷകൻ എന്ന് മനസ്സിലായി. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. അകലെ മാറി നിന്നാൽ ഇത് മതമാണ്. കുറച്ചുകൂടെ അടുത്ത് വന്നാൽ എന്തൊക്കെയോ നടക്കുന്ന പോലൊക്കെ തോന്നും. കുറേയും കൂടെ അടുത്ത് വന്നാൽ ഇവിടെ എന്തൊക്കെയോ പ്രവാചകന്മാരൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ, ദൂത് പറയൂ എന്നൊക്കെ കേൾക്കും. പക്ഷേ കുറേയും കൂടെ അടുത്ത് വരിക, ദൈവത്തോട് കുറേയും കൂടെ അടുക്കാൻ ശ്രമിക്കുക. അടുക്കാൻ ശ്രമിക്കും തോറും നിന്റെ വെളിപ്പാടുകൾ മാറും. വീണ്ടും പറയുന്നു, ദൈവത്തോട് അടുക്കാൻ ശ്രമിക്കും തോറും നിന്റെ കൺസെപ്റ്റുകൾ മാറും. അകലം വിട്ട് അനുഗമിക്കാനല്ല, അടുത്തു വന്ന് അനുഭവിച്ചറിയാൻ കർത്താവ് അറിയിക്കുകയാണ്. കരങ്ങൾ അടിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞു. ഈ സഹോദരി ഈ സത്യം അറിഞ്ഞു, യേശു രക്ഷകനെന്നറിഞ്ഞു. യേശു രക്ഷകനെന്നറിഞ്ഞവരൊന്ന് കൈ ഉയർത്തി കാണിച്ചു. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച, കാര്യമായിട്ട് ചോദിക്കണം, എത്ര കൊല്ലമായെന്ന് ചോദിച്ചു. ഒരു ഊർജ്ജമില്ല അതിന്. എത്ര കൊല്ലമായെന്ന് ചോദിച്ചാൽ ഇത് അറിഞ്ഞു വെച്ചു. പ്രൈസ് ലോർഡ്. എന്നിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നവരോട് ചോദിച്ചേ, ഇത് അറിഞ്ഞിട്ട് എത്ര പേർ കർത്താവിലേക്ക് നീ നിമിത്തം വന്നെന്ന് ചോദിച്ചേ. 10 കുടുംബം പോയോന്നല്ല, ഞാൻ കാരണം 10 കുടുംബം പോയോന്നല്ല, എത്ര പേര് ഇതിനകത്ത് വന്നെന്ന് ചോദിച്ചേ. ഹലോ, എല്ലാം പിടികിട്ടുന്നുണ്ടോ? ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ഞാൻ നിമിത്തം ഈ സഭയിൽ 5 കുടുംബം പോയി. 5 കുടുംബം പോയോന്നല്ല, 5 കുടുംബത്തെ കൊണ്ടുവന്ന എത്ര പേരുണ്ട്? 5 കുടുംബത്തെ കൊണ്ടുവന്ന എത്ര പേരുണ്ട്? അവരാണ് ശരിക്കും കൊയ്ത്തിന്റെ യജമാനനെ യഥാർത്ഥമായി അറിഞ്ഞത്. വെറുതെ പറയല്ല മക്കളെ, ഒറ്റ ദിവസമേ അയാള് രക്ഷിക്കപ്പെട്ടിട്ട്. അങ്ങനെ വേണം അതിനെ കാണാൻ. എൻ്റെ ഭാഷ പറഞ്ഞാൽ മണിക്കൂറുകളായില്ല, മിനിറ്റുകളെ ആയിട്ടുള്ളൂ രക്ഷിക്കപ്പെട്ടിട്ട്, അവനെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞിട്ട്. ആ സഹോദരി ആ ഒറ്റ ദിവസം കൊണ്ട് ആ എൻ്റർ ദ സിറ്റി, ആ മുഴുവൻ പട്ടണത്തെയും ഇളക്കി മറിച്ച് കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. പിടികിട്ടിയോ? നമ്മൾ ഓർക്കണം, നമ്മൾ ഈ കർത്താവിനെ അറിഞ്ഞിട്ട് എത്ര കാലമായി?
അവിടെ ഒരു വാക്യം, മോനെ ആ വാക്യം ഒന്ന് കാണിക്കണേ. അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടവും വെച്ചിട്ടാണ് ഈ പോകുന്നത്. എന്തിനാ പുള്ളിക്കാരി ബേസിക്കലി വന്നേ? ഈ പലരും ചർച്ചിൽ വരുന്നത്, പ്രാർത്ഥനയ്ക്ക് വന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു നീഡിന് വേണ്ടിയാണ്. വാട്ടർ എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്. വായു, വെള്ളം, പ്രകാശം, ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. ചിലർ വന്നത് കടം മാറാൻ, ചിലർ വന്നത് രോഗം മാറാൻ, ചിലർ വന്നത് ജോലി കിട്ടാൻ, ചിലർ വന്നത് സമാധാനം കിട്ടാൻ, ചിലർ വന്നത് കള്ളുകൂടി മാറാൻ, ചിലർ വന്നത് അവരുടെ പേഴ്സണലായ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കാൻ വന്നത്. ഉറപ്പാണ് ഇവള് വന്നത് അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയ വെള്ളം കോരാനാണ്. പക്ഷെ യേശു കർത്താവ് ആരെന്നറിഞ്ഞപ്പോൾ അവൾ ആ കുടം ഉപേക്ഷിച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിയതിൻ്റെ അർത്ഥം അവൾക്കൊരു കാര്യം മനസ്സിലായി. ഭൗതിക വിഷയത്തെക്കാൾ വലുതാണ് ആത്മീയ വിഷയം. പലരും പലരും ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത്. പക്ഷെ അടുക്കൽ വന്നവർ, അവനെ അനുഭവിച്ചറിഞ്ഞവർ പിന്നത്തേതിൽ പിൽക്കാലത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഭൗതിക വിഷയമല്ല വലുത്, ആത്മീയമാണ് വലുത് എന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആത്മീയമായി വളർന്നോന്നറിയുന്നത് അവിടെയാണ്. ഇപ്പോഴും എൻ്റെ തലവേദന മാറ്റണേ, എൻ്റെ സാമ്പത്തിക സ്ഥിതി മാറ്റണേ, എനിക്ക് വഴി തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ ഞാൻ, നിങ്ങൾ? അതോ അറിഞ്ഞ കർത്താവിനെ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്ത് വഴി അടഞ്ഞവൻ്റെ വഴി തുറപ്പിക്കുന്നവനാണോ നിങ്ങൾ? വാട്ട് യു ആർ? നിങ്ങൾ ആരാണിപ്പോൾ? നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്? നിങ്ങൾ ആത്മീകമായി വളർന്നതിൻ്റെ ലക്ഷണം അതാണ്. രക്ഷിക്കപ്പെട്ടവൻ അനേകരെ രക്ഷയിലേക്ക് കൊണ്ടുവരും. അതാണ് അവൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ പല തെളിവുകളിൽ ഒരു തെളിവ്. ചേമ്പാണെങ്കിൽ, ചേമ്പെന്നല്ലേ പറയുന്നത്, ചേമ്പാണെങ്കിൽ ചേമ്പിൻ്റെ മൂട്ടിൽ വാഴവിത്ത് വരത്തില്ല, ചേമ്പിൻ്റെ മൂട്ടിൽ ചേമ്പ് വിത്ത് വരും. വാഴയാണെങ്കിൽ വാഴയുടെ മൂട്ടിൽ ചേന വരത്തില്ല, വാഴയുടെ മൂട്ടിൽ വാഴവിത്ത് വരും. ഞാൻ എന്താണോ, ഞാൻ ആരായിരിക്കുന്നോ, എൻ്റെ ചുവട്ടിൽ അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വരും. ഞാൻ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ നടന്നാ പോരാ, പല പാസ്റ്റർമാരെ എഴുന്നേൽപ്പിക്കണം. അറിവിത്മേ ഞാൻ പാട്ടുകാരനാന്ന് പറഞ്ഞാൽ പോരാ, ഒത്തിരി പാട്ടുകാരെ എഴുന്നേൽപ്പിക്കണം. ഞാൻ പ്രവാചകനാന്ന് പറഞ്ഞ പോരാ, പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കണം. ഈ ജനറേഷൻസിനെ എഴുന്നേൽപ്പിക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യമായിരിക്കുന്നത്. എൻ്റെ കസേര തെറിക്കാൻ പാടില്ല, ഞാൻ ഒരുത്തനെയും മുന്നോട്ട് കൊണ്ടുവരത്തില്ല, രാജ്യവും ശക്തി മഹത്വം എന്നേക്കും എനിക്കുള്ളതാകുന്നു. അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. അടുത്തിരിക്കുന്ന പറഞ്ഞിട്ട് അറിഞ്ഞത് അറിയിക്കണമെന്ന് പറഞ്ഞാൽ ഇവക്ക് വല്ല കാര്യമുണ്ടോ? സ്വന്തമായിട്ട് ദൂത് കേട്ട് സന്തോഷിച്ച് പാട്ടും പാടി വിടുവിക്കപ്പെട്ട് അങ്ങ് വീട്ടിൽ പോയാൽ പോരെ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട്? ഈ കുടവും അവിടെ എടുത്ത് കളഞ്ഞേച്ച് പട്ടണത്തിലോട്ട് ഓടിപ്പോയി എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ രഹസ്യങ്ങളെയും പറഞ്ഞവനെ ഞാൻ കണ്ടു, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയെന്നൊക്കെ ഈ പട്ടണത്തിൽ പോയി പറഞ്ഞ് ഇവന്മാരെ എല്ലാം ഇളക്കിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട വല്ല ആവശ്യം പുള്ളിക്കാരിക്കുണ്ടോ? ഞാനൊരു സത്യം പറയാം. പാപിനിയായവൾ, ഞാനൊരു സത്യമായ കാര്യം പറയട്ടെ, കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നടക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? കേരളത്തിലായിരുന്നേ ചിലപ്പോൾ ഇത് നടക്കത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും അതെന്നാന്ന്, അത് ഞാൻ പിന്നെ പറയാം. സ്തോത്രം. മശിഹായെ കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടു, എന്നോടൊരുത്തൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, രക്ഷകനെ കാണാൻ നിങ്ങളും വരൂ എന്ന് പറയുമ്പം ഒരു ആവറേജ് മലയാളി ഇവള് ലെവളല്ലേ? ആരാ ഇവള്? ലെവളല്ലേ? അവൾ ഇവളല്ലേ? നീ കുറെ കണ്ടെത്തും.
കണ്ടോ, അതിനെ വിധിക്കുകയാണ്. വിധിക്കുന്ന സ്വഭാവം. വിധിക്കുന്ന സ്വഭാവം. ഈ വിധിക്കുന്ന സ്വഭാവം ഉള്ളിടത്ത് ഹാർവസ്റ്റ് ഉണ്ടാകത്തില്ല. Amen. അക്സെപ്റ്റൻസ് ഉള്ളിടത്തെ ഹാർവസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. Amen. എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ, എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരിയെ എനിക്ക് സ്നേഹിക്കാനും അംഗീകരിക്കാനും കഴിയുന്ന വിധിക്കാത്ത ഒരു മനസ്സും മനോഭാവവും ഉണ്ടെങ്കിൽ മാത്രമേ കൊയ്ത്തുണ്ടാകത്തുള്ളൂ. Amen. ഹല്ലേലൂയ. Amen. അല്ലെങ്കിൽ സാക്ഷാൽ യേശുമശിഹ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും എടുക്കുകയല്ല ഇത്. കാരണം മൈൻഡിനകത്ത് വേറെ സാധനം ഇരിക്കുന്നത്. അത് പിശാചിൻ്റെ ഭയങ്കര ഒരു തന്ത്രമാണ്. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റിയെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ദൈവം തൊട്ടതാണ്. കാരണം ആ സ്ത്രീ ചെന്ന് ആ കമ്മ്യൂണിറ്റിയോട്, ആ ടൗണിൽ ചെന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ പറയുമ്പോൾ ഒരു കാര്യത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവളെങ്ങനെ പറയുന്നവളല്ല, ഈ സഹോദരി ഈ പറയുന്ന ആൾ ഇങ്ങനെ പറയുന്ന ഒരാളല്ല, അവളുടെ ലൈഫ് സ്റ്റൈൽ അതല്ല. ഇവളിത് പറയണമെന്നുണ്ടെങ്കിൽ എന്തേലും കാര്യം കാണും. ഈ സത്യം അതിനകത്തുണ്ട്. പക്ഷെ ഇവൾ ആരാന്ന് ഞങ്ങൾക്കറിയാം. ഇവൾ 5 കല്യാണം കഴിച്ചതാ, ഇങ്ങനെ നടക്കുന്ന സ്ത്രീയാ എന്ന് ചിന്തിച്ചു പോയാൽ കൊയ്ത്തും ഉണ്ടാകുകയില്ല, വ്യതയും ഉണ്ടാകുകയില്ല. ചേർന്ന് രാമീൻ പറഞ്ഞു. Amen. എല്ലാവരെയും അംഗീകരിക്കുന്ന മനസ്സും സ്നേഹിക്കുന്ന ഹൃദയവും ഐക്യതയും ഉൾക്കൊള്ളാനുള്ള മനോഭാവവും സത്യത്തെ സത്യമായി കാണാനുള്ളതായ ആറ്റിറ്റ്യൂഡും നമ്മളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ദേശത്ത് സത്യം വിജയിക്കും. Amen. Jesus. കൊയ്ത്തുണ്ടാകണോ? കൊയ്ത്തുണ്ടാകണോ? Amen. കൊയ്ത്തുണ്ടാകണമെങ്കിൽ വിതയ്ക്കണം. Amen. കൊയ്ത്തുണ്ടാകണമെങ്കിൽ പറയണം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. Hallelujah. ആരും പറയരുത്. ഇത് ഈ പ്രത്യേകിച്ച് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു, ഇത്രയും അധികം സുവിശേഷവും വചനവും പ്രാർത്ഥനയും അവൈലബിൾ ആയ ഒരു ടൈം ഉണ്ടായിരുന്ന മുൻകാലത്ത്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ മെസ്സേജിന്റെ ഗൗരവമേറിയ ഭാഗത്തേക്ക് വരും. ഇപ്പൊ ഞാൻ കുറച്ച് ഉപദേശത്തിൽ നിൽക്കുക. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ടൈം പീരീഡ് ഉണ്ടായിരുന്നു. വിരൽത്തുമ്പിലില്ലേ കാര്യങ്ങൾ. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് കേൾക്കേണ്ടിയേ? നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട്. നിങ്ങളുടെ ഫോണിനകത്ത് കിട്ടും അത്. സുവിശേഷം കേൾക്കണോ, പാട്ട് കേൾക്കണോ, പ്രസംഗം കേൾക്കണോ, ബൈബിള് പഠിക്കണോ, ട്രാൻസ്ലേഷൻ വേണോ, എന്താ വേണ്ടേ? ഇത്രയും അധികം ഈ പണ്ട് കാലത്ത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ 2000-ലാണ് സ്നാനപ്പെടുന്നത്. 1999-ലാണ് രക്ഷിക്കപ്പെടുന്നത്, കർത്താവിലേക്ക് വരുന്നത്. 2000-ലാണ് സ്നാനപ്പെട്ട് എൻ്റെ ജീവിതം കർത്താവിനും ശുശ്രൂഷയ്ക്കും വേണ്ടി പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നത്. അന്നും ഞങ്ങൾ പ്രസംഗമൊക്കെ കേൾക്കാൻ ബൈക്കിനകത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഈ തെങ്ങുംപുരയിടത്തിൽ നടക്കുന്ന കൺവെൻഷനും മറ്റ് പല സ്ഥലത്തും നടക്കുന്ന ദൂരെ നടക്കുന്ന മീറ്റിങ്ങിന് അന്നത്തെ കാലത്ത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ എബ്രഹാമും സുരേഷ് ബാബു ബ്രദറും MA വർഗീസ് അങ്കിളും ഒക്കെ ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ വരുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോവുമായിരുന്നു. എപ്പോഴും ഇത് അവൈലബിൾ അല്ല, എപ്പോഴും കിട്ടുകയില്ല. അന്ന് യൂട്യൂബും ഫോണും ഒന്നും ഇല്ല. ആപ്പിൾ ഓറഞ്ചും ഒന്നും ഇല്ല. ആപ്പിൾ എന്ന് പറഞ്ഞ ഫോണാണ് കേട്ടോ, അതൊന്നും ഇല്ല. ചേർന്നൊരാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. അതിനേക്കാൾ കുറേയും കൂടെ മുൻപ് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, സുവിശേഷ പ്രസംഗം നടക്കുന്നിടത്ത് ചൂട്ടും കത്തിച്ച് മെഴുകുതിരിയും കത്തിച്ച് പിടിച്ച് അമ്മച്ചിമാര് വരമ്പത്തൂടെ നടന്നു പോയി രാത്രി പോയി കർത്താവിൻ്റെ വചനം കേൾക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയാണോ സ്ഥിതി? TV ഇതുണ്ട്, ഫോണിനകത്തുണ്ട്, എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. ഇവിടെ വീണ്ടും ഒരു വാണിംഗ്. നേരത്തെ പറഞ്ഞ് കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവൻ നാണം കെട്ടവൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു വാണിങ് കർത്താവ് തരികയാണ്. ഇരമ്യാ പ്രവചനം 8-ാം അധ്യായം 20-ാം വാക്യം. കൊയ്ത്ത് കഴിഞ്ഞു, ബലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. ഹല്ലേലൂയ. കൊയ്ത്തും നടന്നു, ബലശേഖരവും കഴിഞ്ഞു. എനിക്ക് ഇതിനകത്തൊന്നും അറിയാനും സ്നാനപ്പെടാനും ഒന്നും പറ്റിയില്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മിൽ ഉണ്ടാകരുത്. രക്ഷിക്കപ്പെടാനും മടങ്ങി വരാനും
കർത്താവിനെ അറിയാനും ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ശബ്ദമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Amen. ഈ പക്ഷേ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് വായിച്ചേ. അത് വായിച്ചിട്ട് ഞാൻ ആ പ്രധാന ഭാഗത്തേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എല്ലാവരും പറഞ്ഞേ, വിതയ്ക്കുന്നവനെ വിത്ത് കൊടുക്കത്തുള്ളൂ. പറഞ്ഞേ, വിതയ്ക്കുന്നവനെ വിത്ത് കൊടുക്കത്തുള്ളൂ. ഉറപ്പാ, Amen. വിതയ്ക്കുന്നവനെ വിത്ത് കൊടുക്കത്തുള്ളൂ. നിങ്ങൾ കൊടുക്കുമായിരിക്കും വിതയ്ക്കാത്തവന് വിത്ത്, പക്ഷെ ദൈവം വിതയ്ക്കുന്നവനെ വിത്ത് കൊടുക്കുള്ളൂ. Amen. വിതയ്ക്കാൻ റെഡി ആണെങ്കിൽ വിത്ത് കൊടുക്കും. ഞാനത് ശുശ്രൂഷയിൽ അനുഭവിക്കുന്ന ആളാണ് പല സമയങ്ങളിലും. ഇന്നലെ തന്നെ പ്രൊഫസി ചെയ്ത് ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവ് എന്നെ നിയോഗിച്ച് അതിനകത്തോട്ട് ഇറങ്ങിയപ്പോൾ കർത്താവ് ഇങ്ങനെ തരാൻ തുടങ്ങി. ചെയ്തുകൊണ്ടിരിക്കും തോറും ആ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കും തോറും വന്നുകൊണ്ടിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? Amen. സുവിശേഷം നിങ്ങൾ പറയാൻ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് ആത്മാക്കളെ കർത്താവ് തന്നുകൊണ്ടിരിക്കും. Amen. Jesus. വീണ്ടും നിങ്ങൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. Amen. ഇത് സാമ്പത്തിക കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഫിനാൻഷ്യൽ ഏരിയയിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വിതയ്ക്കുന്നത്. ഈ പയറിന്റെ വിത്ത് നടാത്ത ഒരാള് പയറുണ്ടാകാൻ പ്രാർത്ഥിക്കരുത്. Amen. മനസ്സിലാവുന്നുണ്ടോ? പാവലിന്റെ സീഡ് വിത്ത് കുഴിച്ചു വെക്കാത്തവൻ ഉപവാസം എടുക്കണ്ട പാവയ്ക്ക ഉണ്ടാവാൻ, ഒരു കായും ഉണ്ടാകുക. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് എടുക്കേണ്ട കാര്യമില്ല. വിതയ്ക്കുന്നവന്റെ കയ്യിൽ ദൈവം പറയുന്നു, ദൈവം വിത്ത് തരും. പറഞ്ഞ്, വിതയ്ക്കുന്നവന്റെ കയ്യിൽ വിത്ത് വരും. വിത്ത് കയ്യിൽ വരണമെങ്കിൽ ആദ്യം വിത്തായിരിക്കത്തില്ല വരുന്നത്, ഫലമായിരിക്കും. കാരണം ഈ വിത്ത് ഇപ്പോ എന്റെ കൈ വന്നത് ഫലത്തിനകത്തുനിന്നാണ്. പറഞ്ഞ്, ഫലമില്ലാതെ വിത്തില്ല. ഇപ്പോൾ എന്റെ കയ്യിൽ ഈ വിത്ത് വന്നതിന്റെ കാരണം ഈ വിത്തിനപ്പുറത്ത് എന്റെ കയ്യിൽ ഒരു ഫലം, ഒരു ഫ്രൂട്ട് തന്നത് കൊണ്ടാണ്. അതിനെ വിതയ്ക്കണം. അതുകൊണ്ട് അത് നമ്മുടെ സാമ്പത്തിക മേഖലകളിലും നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കാൻ അത് പഠിക്കേണ്ട കാര്യമാണ്. ബൈബിൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊരു മനുഷ്യന്റെ അഭിപ്രായം അല്ല. യഹോവയെ നിന്റെ ധനം കൊണ്ടും നിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. നിനക്ക് കിട്ടിയ ആ ഫസ്റ്റ് ഫ്രൂട്ട്, ആ ഫസ്റ്റ് ഫ്രൂട്ടിനകത്തൊരു സീഡുണ്ട്. വിത്ത് തിന്നാനുള്ളതല്ല, വിത്ത് വിതയ്ക്കാനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നന്മയ്ക്കകത്തും ഒരു സീഡ് ഇരിപ്പുണ്ട്, ഒരു വിത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ സാലറിക്കകത്തൊരു സീഡുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തരുന്ന ദൈവം തരുന്ന സമയത്തിനകത്തൊരു സീഡുണ്ട്. എല്ലാത്തിനകത്തുമുള്ള വിത്ത് ദൈവത്തിന് നിവേദിക്കേണ്ടതായ, ദൈവത്തിന് അർപ്പിക്കേണ്ടതായത് ദൈവത്തിന് കൊടുക്കണം. അങ്ങനെ പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ. ആരും മിണ്ടുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, സത്യമല്ലേ അത്? സത്യമല്ലേ അത്? നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാർവസ്റ്റ് ഉണ്ടാകണമെങ്കിൽ വിതച്ചേ പറ്റത്തുള്ളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ, കണ്ണുനീരോടെ വിതച്ചവരുണ്ടെങ്കിൽ, കരഞ്ഞവരുണ്ടെങ്കിൽ അവർ ആർപ്പോട്. ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേര് ആമേൻ പറഞ്ഞെടുക്കും? സുവിശേഷം അറിയിക്കാൻ താല്പര്യമുള്ളവർക്ക് ആത്മാക്കളുടെ കൊയ്ത്തുണ്ടാവും. പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് മറുപടികളുടെ കൊയ്ത്തുണ്ടാവും. സ്നേഹം വിതയ്ക്കുന്നവർ, പറഞ്ഞ സ്നേഹം വിതയ്ക്കുന്നവർ, അവർക്ക് നല്ല ബന്ധങ്ങളും അതിന്റെ ആഴങ്ങളും ഉണ്ടാവും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ വിതയ്ക്കുന്നവർക്ക് വിടുതലുകൾ ഉണ്ടാകും. ദൈവരാജ്യത്തിൽ സാമ്പത്തികമായി വിതയ്ക്കുന്നവർക്ക് സമൃദ്ധി ഉണ്ടാകും. വായി തുറന്ന് പറയാം, വിതയ്ക്കുന്നതേ കൊയ്യൂ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കാറ്റ്, അങ്ങനല്ലേ, കാറ്റ് വിതച്ച്. ഒശയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാം വാക്യമാണെന്നാണ് എൻ്റെ ചിന്ത. ഒശയ 8:7. അവർ കാറ്റ് വിതച്ചു,
ചുഴലിക്കാറ്റ് കൊയ്യും. ഇതൊരു ജഡ്ജ്മെന്റിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്ലസ്സിങ്ങിന്റെ വാക്കല്ല ശരിക്കും ഇത്. എന്നാൽ ഇതിനൊരു മറുഭാഗമുണ്ട്. കാറ്റായിരിക്കും വിതച്ചത്, പക്ഷെ ചുഴലിക്കാറ്റായിരിക്കും കൊയ്യുന്നത്. ആരും മുന്നിൽ നിന്നത് ഈ കൊയ്ത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. ബൈബിളിൽ ഈ ഇസ്രായേൽ മക്കൾ വിതയ്ക്കും, അവർ കൊയ്തെടുക്കും. ഇതാരെടുത്തോണ്ട് പോകും? മിഥ്യാനിൽ എടുത്തോണ്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഹാർവസ്റ്റുകളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടേണ്ട കൊയ്ത്തുകളെ ബ്ലോക്ക് ചെയ്ത് കളയുന്ന ഒരു പൈശാചിക തലമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, അത് ഇവിടെ പൊളിഞ്ഞു പോകാൻ പോവുകയാണ്. ഇത് വേദപുസ്തകത്തിൽ ആര് ലിസണിങ്, അടുത്തൊരു 10 മിനിറ്റ് നമ്മളൊരു സ്പിരിച്വൽ വാർഫെയറിലോട്ട് കയറാൻ പോവാണ്. എൻ്റെ മനസ്സിൽ ഒത്തിരി ഉപമകളും ഉദാഹരണങ്ങളും സംഭവങ്ങളും തമാശകളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഞാൻ നേരം കളയാൻ ഇഷ്ടപ്പെടുന്നില്ല. ദൈവവചനത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യാറില്ല, പക്ഷെ ഇതിനെ ഇന്ന് വായിക്കൊണ്ട് പറഞ്ഞ മഹത്വം ചുമക്കുന്നവർ കൊയ്ത്തിനെതിരായുള്ള ശക്തിയെ തകർക്കും. ഒന്നും കൂടി വാക്കുറക്കെ പറയാം. മഹത്വം ചുമക്കുന്നവർ കൊയ്ത്തിനെതിരായുള്ള ശക്തിയെ തകർക്കും. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, കൊയ്ത്ത് കാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. ഈ കൊയ്ത്ത് ടൈം ആകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവും. പിന്നെ കൊയ്യാൻ പറ്റുമോ? ഇല്ല. You are not here. Praise the Lord. Amen. Stop the light. ഈ കൊയ്ത്ത് ടൈമിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ കൊയ്ത്ത് നടക്കുവോ? ഇല്ല. അപ്പൊ ബൈബിൾ പറയുന്നു, ഈ കൊയ്ത്ത് കാലത്ത് യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുമ്പോൾ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന് വക്കത്ത് മുങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒഴുക്കിനെ, കൊയ്ത്തിനെതിരായി നിൽക്കുന്ന ഫൈറ്റിങ്ങിനെ തകർക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. ഈ ഒഴുക്കിനെ നിർത്താൻ പെട്ടകം ചുമക്കുന്നവന് മാത്രം മഹത്വം, ഗ്ലോറി. I am coming to you. മഹത്വത്തെ ചുമക്കുന്ന ഒരു തലമുറ, ദൈവ മഹത്വത്തെ ചുമക്കുന്ന ഒരു കൂട്ടം ഒന്ന് ശരിക്കും ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ കൊയ്ത്തിനെതിരായി നിൽക്കുന്ന സകല യുദ്ധങ്ങളും കർത്താവിൽ നിന്ന് ഇവിടുന്ന് എടുത്തു കളയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രതികരിക്കുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ ഉണരുമെങ്കിൽ, നിങ്ങൾ തലപൊക്കി നോക്കുമെങ്കിൽ, നിങ്ങൾ ആരാധിക്കുമെങ്കിൽ, നഷ്ടപ്പെടുത്തരുത് മക്കളെ. ഈ പലതും കപ്പിനും ലിപ്പിനും ഇടയിൽ പോകുന്നവർ ഇതിനകത്തില്ലേ?
അത് അനുഭവിക്കേണ്ട സമയമായി വരുമ്പം കയ്യിൽ നിന്ന് പോകും. ഇനിയും നിങ്ങൾക്കത് മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞുതരാം. 10 മണിക്ക് എനിക്കത് കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന സാധനം 9:45 അറിയുന്നു കിട്ടത്തില്ലെന്ന്. എല്ലാം റെഡിയായി സെറ്റായി വന്ന പക്ഷേ കയ്യിൽ നിന്ന് പോയി, സംഭവം നടന്നില്ല. ഇങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ നിന്റെ കൊയ്ത്തിനെ മൂടിക്കളയുന്ന വെള്ളത്തിന്റെ ഒഴുക്കുകളെ ഇന്ന് പകൽ ആത്മനിറവിൽ ദൈവ മഹത്വത്തെ ചുമക്കുന്നവർ, glory carriers, in the name of Jesus. നിങ്ങളുടെ ഭവനത്തിൽ ആരാധന ഉയരട്ടെ, സഭയിൽ ആരാധന ഉയരട്ടെ, ദേശത്തിൽ ആരാധന ഉയരട്ടെ. എനിക്കെതിരെ ഒഴുകുന്ന എല്ലാ തിന്മയുടെ ഒഴുക്കുകൾ, എന്റെ നന്മകളെ കവർന്നെടുക്കുന്ന സകല തിന്മയുടെ ഒഴുക്കുകളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകും. ഇതിനെ തടയാൻ എല്ലാവർക്കും കഴിയത്തില്ല. പെട്ടകം ചുമക്കുന്ന, മഹത്വം ചുമക്കുന്ന, ദൈവത്താൽ വിളിക്കപ്പെട്ട ചില പുരോഹിതന്മാർ, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് ഇതിനെതിരെ നിൽക്കുന്ന ഒഴുക്കിനെ തടയാൻ കഴിയും. Especially നിറഞ്ഞ വയലുകളിൽ നേരിടാം വിലയേറുമാത്മാവിനാ. ഒരു വലിയ ഹാർവസ്റ്റ്, വലിയ സന്തോഷം, ഒരു വലിയ കൊയ്ത്തുണ്ടാകുമെന്ന് ഭയങ്കര പ്രതീക്ഷയോടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ആ കൊയ്ത്തുകളെ നശിപ്പിക്കുന്ന, കവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ട് പേടിച്ച് പുറകോട്ട് പോകാനല്ല, ആ യോർദാനിലേക്ക് കാലെടുത്ത് വെക്കാം. ഇതിനെ അഡ്രസ് ചെയ്യാതിരിക്കരുത്. ആത്മാവിനോട് ഇടപെടുന്നു, നിന്റെ നന്മകളെ തടയുന്നതിനെ തലോടി വിടരുത്. കർത്താവിന്റെ ആത്മാവ്
എന്നെ കാണുന്ന ചില കുടുംബങ്ങളോട് വ്യക്തമായി ഈ തിരുവെഴുത്തിലൂടെ സംസാരിക്കുന്നു. നിന്റെ കൊയ്ത്തുകളെ, നിന്റെ നന്മകളെ, നിനക്കർഹമായതിനെ, നിനക്ക് ലഭ്യമാകേണ്ടതിനെ കേറി വന്ന് ആക്രമിച്ച് ക്ഷണിക്കാത്ത അതിഥിയെ പോലെ കേറി വന്ന് ആക്രമിച്ച് തിരിച്ചിറങ്ങിപ്പോകുന്ന ചില യോർദാന്റെ മേളിൽ നീ പ്രാർത്ഥനയോടെ കാലെടുത്തു വെക്കാൻ, അതിനെ അഡ്രസ് ചെയ്യാൻ ആത്മാവ് സഭയോട് ഇടപെടുകയാണ്. പട്ടണത്തിന്റെ നെടുകയും കുറുകയും നടന്ന് പ്രാർത്ഥിക്കാൻ, ദേശത്തിന്റെ നെടുകയും കുറുകയും രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ, വാഹനങ്ങളിൽ സഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ. ആമീൻ. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശം ഞാൻ നിനക്ക് അവകാശമായി നൽകും എന്ന് വാഗ്ദത്തം ഉള്ളതുപോലെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നീ കാലെടുത്ത് വെക്കുന്നിടത്ത്, നീ ക്യാരി ചെയ്യുന്ന ദൈവമഹത്വത്താൽ നിനക്ക് വിരോധമായും ദേശത്തിന് വിരോധമായും നിൽക്കുന്ന ഒഴുകുന്ന യോർദാനുകളെ പിന്നോട്ട് വലിച്ചു മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കാൽ, മഹത്വം ചുമക്കുന്നവന്റെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. നിനക്കെതിരെ ഒഴുകുന്നതിന്റെ ഒഴുക്കുകൾ നിക്കട്ടെ. നിനക്ക് വിരോധമായി ഒഴുകുന്ന ഒഴുക്കുകൾ നിക്കട്ടെ. നിന്റെ നന്മകളെ ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് പോകുന്ന എല്ലാ ഒഴുക്കുകളും നിക്കട്ടെ. കൊടുത്തു ആ സഹോദരി ദൈവാത്മ കൊടുത്തു. പരിശുദ്ധാത്മാവേ, മഹത്വം ചുമക്കുന്നവൻ അവന്റെ വിരല്, അവന്റെ പാദം വെള്ളത്തിന്റെ വക്കെ മുട്ടിയപ്പോൾ മേലൊഴുക്ക് നിന്നു. ബഹുദൂരത്തോളം ചെറ പോലെ ഇത് പൊങ്ങി. ഈ വെള്ളം ഒഴുകി ആ വെള്ളം വാർന്നുപോയി. ദൈവത്തിന്റെ ജനം മറുകര കടന്നു. ഇന്ന് നീ കാണുന്ന ചില തടസ്സങ്ങളെ നീ മറികടക്കാൻ പോവുകയാണ്. ആ തടസ്സത്തെ നിങ്ങൾ മറികടക്കാൻ പോവുകയാണ്. ഓൺലൈനിൽ കാണുന്നവർ ഒരു ആമീൻ ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞു, അല്ലെങ്കിൽ കൈ ഉയർത്തി സ്തുതിച്ചു. നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന തടസ്സത്തെ നിങ്ങൾ ഓവർകം ചെയ്യാൻ പോവുകയാണ്. വിളഞ്ഞ വയലുകളിൽ നേടിടാൻ വൻ ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ
കൊയ്ച്ചിനായി എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. വിളഞ്ഞ വയലുകളിൽ നേടിടാൻ വല്ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനാൽ ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാലധികം ഇച്ചിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. ഇരുളേറുന്നു പാരിടത്തിൽ ഇല്ലിനി നാലധികം ഇച്ചിരി വെട്ടം പകർന്നിടാൻ എന്നെ അയക്കണമേ. പോയിടാം പോയിടാം വൻ കൊയ്ച്ചിനായി വിളഞ്ഞ വയലുകളിൽ നേടിടാൻ വല്ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാം വൻ കൊയ്ച്ചിനായി വിളഞ്ഞ വയലുകളിൽ നേടിടാം വല്ലോകത്തേക്കാൾ വിലയേറും ആത്മാവിന. ആർപ്പിന്നാദം ആർപ്പിന്നാദം ഉയർന്നിതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദം ഉയർന്നിതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. ആർപ്പിന്നാദം ആർപ്പിന്നാദം ഉയർന്നിതാ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വത്തിൻ രാജൻ എഴുന്നള്ളുന്നു, കൊയ്ത്തിന്റെ അധിപനവൻ. പോയിടാ വൻ കൊയ്ച്ചിനായി വിളഞ്ഞ വയലുകളിൽ നേടിടാ വല്ലോകത്തേക്കാൾ വിലയേറും ആത്മാവിനെ. പോയിടാ വൻ കൊയ്ച്ചിനായി വിളഞ്ഞ വയലുകളിൽ നേടിടാ വല്ലോകത്തേക്കാൾ വിലയേറും ആത്മാവിന. അങ്ങനെ ആ വാഗ്ദത്തം, അങ്ങനെയാ വാഗ്ദത്തം. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ അതിന്റെ 3-ാം വാക്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നദ്ധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ, കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ നീ വർദ്ധിപ്പിക്കുന്നു. ആ വലിയ വർധനവിനെ വേദപുസ്തകം പറയുന്നു കൊയ്ത്ത് കാലത്തെ സന്തോഷം പോലെ. കൊയ്ത്ത് എപ്പോഴും സന്തോഷമുണ്ടാക്കുന്നതാണ്. കൊയ്ത്ത് എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്നതാണ്. നിന്റെ ദുഃഖകാലം തീർന്നു പോയി എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു വലിയ ഹാർവസ്റ്റ് സീസണിലേക്ക് കർത്താവ് നിങ്ങളെ കൈ പിടിച്ച് കയറ്റട്ടെ. ഒന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാനായി തുടങ്ങി. എനിക്ക് വിരോധമായി ഒഴുകുന്ന എല്ലാ യോർദാനുകളും ഞാൻ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം ക്യാരി ചെയ്യുന്ന ഞാൻ എൻ്റെ കാലുകൾ യോർദാനിൽ ചവിട്ടുമ്പോൾ എല്ലാ ഒഴുക്കുകളും നിൽക്കാൻ പോവുകയാണ്. ആത്മാവിൽ കണ്ടോണ്ടെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഓ കൊയ്ത്ത് കാലത്തെ സന്തോഷം, ആ വലിയ സന്തോഷം, കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്ന പോലത്തെ സന്തോഷം നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം. നിങ്ങൾ റിജോയ്സ് ചെയ്ത് നിങ്ങൾ കർത്താവിൽ ഒന്ന് സന്തോഷിച്ചേ. നിങ്ങൾക്കെതിരെ ഒഴുകുന്ന എല്ലാ ഒഴുക്കും നിൽക്കാൻ പോവുകയാണ്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണം. എല്ലാം നിരാശകളും ഒന്ന് മറന്ന് ആത്മാവിലെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആത്മാവിലെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യാൻ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. മറ്റുള്ളവർ അധ്വാന ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി. നിങ്ങൾ കാറ്റ് കാണില്ല, മഴ കാണില്ല, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും എന്നെഴുതിയിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവർത്തികൾ ഉണ്ടാകാൻ പോവുകയാണ്.
നിങ്ങളുടെ എഫോർട്ടുകൾക്കപ്പുറമായി, നിങ്ങളുടെ അധ്വാനങ്ങൾക്കപ്പുറമായി, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമായി, നിങ്ങളുടെ വിചാരങ്ങൾക്കപ്പുറമായി ഒരു വലിയ ഹാർവസ്റ്റ് അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയാണ്, ഞങ്ങൾ സ്വീകരിക്കുകയാണ്. യഹൂദായേ, പറയുന്നത്തെ കുറിവാക്യം, ഞാൻ വായിച്ച വാക്യം ഒന്ന് കാണിക്കണം. യഹൂദായേ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, ഹോശേയ പ്രവചനം 6:11. യഹൂദായേ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കും. ഒന്ന് സ്വന്തം കൈ നെഞ്ചോട് വെച്ച് പറഞ്ഞ് എനിക്കൊരു കൊയ്ത്തുണ്ടെന്ന്. നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കും. സ്തുതിക്കുന്നവന്, ദൈവത്തെ ആരാധിക്കുന്നവന്, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവന്, കരയുന്ന യാക്കോബുമാർക്ക് നിന്റെ സ്ഥിതികളെ മാറ്റുന്ന, നിന്റെ സാഹചര്യങ്ങളെ മാറ്റുന്ന ഒരു കൊയ്ത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. ആ കൊയ്ത്തിന്റെ യജമാനന്റെ അരികിലേക്ക് ഈ ആരാധനയിൽ ഒന്ന് വന്നേ. ഓ അക്കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് ആ ഹാർവസ്റ്റിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഭൂമിയുള്ള കാലത്തോളം ഈ കൊയ്ത്തുണ്ട്, ഈ സീസൺ ഉണ്ട്. കണ്ണുനീരോടെ വിതച്ചവർ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരാണ് നിന്റെ വിതയ്ക്കകത്ത് വീണതെങ്കിൽ നീ കറ്റ ചുമന്നാർത്തുകൊണ്ട് വരും. നീ കരഞ്ഞോണ്ട ചിലത് വിതച്ചത്, നീ കരഞ്ഞോണ്ട ചിലത് വിതച്ചത്, നീ കരഞ്ഞോണ്ട ചിലത് വിതച്ചത്. ഓ ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്ന് വിതച്ചവനോട് നീ കരഞ്ഞോണ്ട ചിലത് വിതച്ചത്. പക്ഷേ നീ ആർപ്പോടെയാ കൊയ്യാൻ പോകുന്നത്. കരഞ്ഞോണ്ട് വിതച്ചവർക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം. ബൈബിൾ കണ്ണുനീര് കൊണ്ട് കുതുന്നവർ, പ്രാർത്ഥിക്കുന്ന പായ്ക്കകത്ത് കണ്ണുനീർ തുള്ളികൾ വീണവർ, കർച്ചീഫും ഷോളും ടവലും ഒക്കെ കണ്ണുനീര് കൊണ്ട് കുതുന്നവർ, തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞവർ, ഒറ്റപ്പെട്ട് കരഞ്ഞവർ, നിലവിളിച്ചവർ. ഓ ഹല്ലേലൂയ. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നീ നടന്നു. പക്ഷെ കറ്റ ചുമന്ന് ആർത്തു കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം കൊയ്ത്തിന്റെ യജമാനൻ ഈ ലോകത്തിലെ മനുഷ്യനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഒരു മനുഷ്യന്റെ കയ്യിലുമല്ല ദൈവം ഇത് കൊടുത്തത് വീതിച്ചു തരാൻ. കൊയ്ത്ത് തരുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ഇതിൽ മുഖപക്ഷയില്ല, ഇതിൽ പന്തിപക്ഷയില്ല. ആ കൊയ്ത്തിന്റെ യജമാനനാണ് ഈ കൊയ്ത്ത് തരുന്നത്. ഒരു വലിയ ഹാർവസ്റ്റ്, ആത്മാക്കളുടെ വലിയൊരു ഹാർവസ്റ്റ് ഈ പട്ടണത്തിൽ ഉണ്ടാകാൻ, ഈ ദേശത്തുണ്ടാകാൻ, ഈ സഭയിലുള്ള എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ചില പാപങ്ങളെ ഉപേക്ഷിക്കുക, ചില കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. എന്റെ നന്മകളെ, എന്റെ കൊയ്ത്തിനെ കൊണ്ടുപോകുന്ന യോർദാന്റെ ഒഴുക്കുകൾ നിൽക്കുവാൻ, എന്റെ അനുഗ്രഹങ്ങളെ വലിച്ചെടുത്തോണ്ട് പോകുന്ന മേലൊഴുക്കുകൾ നിൽക്കുവാൻ, ദൈവ മഹത്വം എന്റെ മേലിൽ വെളിപ്പെടുവാൻ, ആ മഹത്വം ക്യാരി ചെയ്തുകൊണ്ട് ആ യോർദാനിൽ എന്റെ കാല് ചവിട്ടുവാൻ, വെള്ളം ചിറ പോലെ പൊങ്ങി മാറുവാൻ, തന്റെ ജനം വാഗ്ദത്ത ദേശത്ത് മറുകരയിലെത്തുവാൻ ഒന്ന് പ്രാർത്ഥിച്ചേ കർത്താവിനോട്. യേശു വേണം എൻ്റെ ജീവിതത്തിൽ. യേശു മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. യേശു വേണം എൻ ജീവിതത്തിൽ,
യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ. പ്രിയനേ ആ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ. പ്രിയനേ വേണം. ഉള്ളം താൻ നേരത്ത് ഉള്ളതുപോൽ അറിഞ്ഞിടും, ഉള്ളം കയ്യിൽ വരച്ചവൻ തള്ളാതെ താങ്ങിടും. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എന്നന്ത്യം വരെ. പ്രിയനേ വേണം. അബ്ബാ പിതാവേ, ഞാൻ നന്ദി പറയുന്നു. അബ്ബാ പിതാവേ, ഞാൻ നന്ദി പറയുന്നു. അബ്ബാ പിതാവേ, ഞാൻ നന്ദി പറയുന്നു. എന്തിൽ തൊട്ടാലും നിൽക്കുന്ന തടസ്സങ്ങൾ മാറുക. ഇവർക്ക് പറയാൻ കർത്താവ് ഒരു സാക്ഷ്യം കൊടുക്കാൻ പോകുന്നതിനായി നന്ദി. യോർദാൻ എന്റെ കൊയ്ത്തുകളെ നശിപ്പിച്ചു എന്നുള്ളതല്ല, എനിക്കെതിരെ ഒഴുകിക്കൊണ്ടിരുന്ന യോർദാന്റെ ഒഴുക്ക് നിന്നു. ഞാനിപ്പോൾ ഒരു ഹാർവസ്റ്റ് സീസണിലാണ്. എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ സാമ്പത്തികത്തിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാനിപ്പോൾ ഒരു ഹാർവസ്റ്റ് സീസണിലാണ്. ആർക്കും എടുത്ത് കളയാൻ കഴിയാത്ത വലിയ ജോയ്നസ്, ആ സന്തോഷം പരിശുദ്ധാത്മാവി കൂട്ടത്തിന്റെ മേളിൽ ഇന്ന് പകലിടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ബ്ലസ് ചെയ്യുന്നു. എല്ലാ കരങ്ങളും ഉയർന്നിരിക്കുമ്പോൾ ജിജി പാസ്റ്റർ ഒന്ന് സ്റ്റേജിലേക്ക് വന്നേ, ഷൈയു പാസ്റ്റർ ഒന്ന് കയറി വന്നേ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഓൺലൈനിൽ ലൈവിൽ ഞങ്ങളെ കാണുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ കർത്താവിന്റെ കരത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടും. ജീവിതത്തിൽ വഴികൾ അടയപ്പെട്ടവർ, ആ വഴികൾ അവരുടെ മുമ്പിൽ തുറന്നു വരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ലൈവ് ചാറ്റിൽ ഇപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുന്നവർ, ഈ ഓൺലൈൻ സർവീസ് വീട്ടിലോ കാറിലോ ഹോസ്പിറ്റലിലോ ഹോട്ടലിലോ എവിടെ ഇരുന്ന് കാണുന്നവരാണെങ്കിലും കർത്താവേ, നിന്റെ കരം അവരുടെ മേൽ വരട്ടെ. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു സീസൺ അവരുടെ മുമ്പിൽ തുറക്കട്ടെ. യഹൂദായെ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു കൊയ്ത്ത് വെച്ചിരിക്കും. ഞാൻ നിന്റെ സ്ഥിതിയെ മാറ്റുവാൻ പോകും. പാസ്റ്ററെ, നിങ്ങളുടെ സ്ഥിതിയെ ദൈവം മാറ്റുവാൻ. സഹോദര, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. സഹോദരി, നിന്റെ സ്ഥിതികളെ ദൈവം മാറ്റും. ഈ അവസ്ഥയിൽ നീ തുടരത്തില്ല. ഈ അവസ്ഥയിൽ നീ തുടരത്തില്ല. സ്വീകരിക്കാൻ തയ്യാറായാൽ, സ്വീകരിക്കാൻ തയ്യാറായാൽ, കർത്താവിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ, ജീവിതത്തിൽ ഒഴുകുന്ന പല ഒഴുക്കുകളും കണ്ട് ഭാരപ്പെട്ടവരോട്, പകച്ച് പുറകോട്ട് മാറിയവരോട് കർത്താവ് പറയുന്നു, ഇല്ലില്ല, നീ മുന്നോട്ടിറങ്ങ്. നിന്റെ കാല യോർദാനിൽ കുത്ത്. ആ വെള്ളത്തിൽ നിന്റെ കാല് മുട്ടുമ്പോൾ, ഓ ജീസസ്, നിനക്കെതിരെ വന്ന ശക്തിക്കെതിരെ നീ നിൽക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ,
നീ ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ, നീ ചിലത് പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ, ആ യോർദാൻ നിന്റെ മുമ്പിൽ മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ, അതങ്ങനെ സംഭവിക്കട്ടെ.